നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സായം സന്ധ്യയിലേക്ക് സ്വാഗതം. രാജയോഗ സെന്ററിൽ നിന്നും ഞാൻ വിശാന്ത്. ഞാൻ കഴിഞ്ഞ 25 വർഷങ്ങളായിട്ട് രാജയോഗ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നു. കഴിഞ്ഞ 8 വർഷങ്ങളായി രാജയോഗ സെന്ററിൽ സേവനം ചെയ്തു വരുന്നു. ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഞാനിപ്പോൾ പറയാം. വീഡിയോ എല്ലാവരും പാർട്ടിസിപ്പൻസ് എല്ലാവരും വീഡിയോ ഓണാക്കി വെക്കൂ. എല്ലാവരുടെ ഡിവൈസും സ്റ്റേബിൾ ആക്കി വെക്കൂ. ടോക്ക് നടക്കുന്ന സമയം നിങ്ങൾ എല്ലാവരും മ്യൂട്ടിലായിരിക്കും. ടോക്കിന് ശേഷം ചോദ്യോത്തര വേള ഉണ്ടാകും. ആ സമയത്ത് നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ ചാറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എന്താണോ ചോദ്യങ്ങൾ ടൈപ്പ് ചെയ്യാം. യൂട്യൂബിലാണെങ്കിൽ അവരവരുടെ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ എന്തെങ്കിലും പേഴ്സണൽ ബ്രേക്ക് ആണെങ്കിൽ നിങ്ങൾ വീഡിയോ ഓഫ് ചെയ്ത് പോകണം. ഇന്നത്തെ നമ്മുടെ വിഷയമാണ് ഇമർജിങ് ഇന്നർ പീസ് ആൻഡ് പവർ. അതിനു മുമ്പായി എല്ലാ മെഡിറ്റേഷൻ സെന്റേഴ്സ് ഡയറക്ടറായ സിസ്റ്റർ ജ്യോതിയെ നമുക്ക് പരിചയപ്പെടാം. സിസ്റ്റർ ജ്യോതി 1974 മുതൽ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്ത് വന്നിരിക്കുന്നു. 74 മുതൽ 84 വരെ UK, കാനഡ, അമേരിക്ക, ഇന്ത്യ എന്നീ സ്ഥലങ്ങളിലെല്ലാം മെഡിറ്റേഷൻ സെന്ററുകൾ സ്ഥാപിക്കുന്നതിന് നിമിത്തമായി മാറി. 83 മുതൽ UAE, ഒമാൻ, ഖത്തർ, സൗദി എന്നീ രാജ്യങ്ങളിൽ മെഡിറ്റേഷൻ സെന്ററുകൾ സ്ഥാപിച്ച് അനേക തുറയിലുള്ള വ്യക്തിത്വങ്ങളുടെ സേവനം അനുഷ്ഠിച്ചു വരുന്നു. ഇനി ഞാൻ മെഡിറ്റേഷൻ സെന്റേഴ്സ് ടീച്ചേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. രാജയോഗ സെന്റർ ദുബായിൽ നിന്നും സിസ്റ്റർ സ്മിത, ദ മെഡിറ്റേഷൻ സ്പേസ് JLT സിസ്റ്റർ ജ്യോതിക, രാജയോഗ സെന്റർ ഫോർ സെൽഫ് ഡെവലപ്മെന്റ് ഒമാൻ സിസ്റ്റർ ഗായത്രി, ദോഹ മെഡിറ്റേഷൻ സ്പേസ് ഖത്തർ നിന്നും സിസ്റ്റർ റാണി. ഇതെല്ലാം നമ്മുടെ സെന്റേഴ്സിലെ സീനിയേഴ്സ് ടീച്ചേഴ്സ് ആണ്. ഇവരുടെ സേവനങ്ങളെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നു. ഇനി നിങ്ങളെല്ലാം ആഗ്രഹിച്ച് കാത്തിരുന്ന ആ സമയം വന്നെത്തി. ഞാൻ സിസ്റ്റർ മീനയെ സ്വാഗതം ചെയ്തുകൊണ്ട് മീന സിസ്റ്ററുടെ പരിചയം തരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആത്മീയ വിദ്യാഭ്യാസ സ്ഥാപിക, ധ്യാന പരിശീലകൻ, മോട്ടിവേഷൻ സ്പീക്കർ, ഫാമിലി കൗൺസിലർ, കഴിവുള്ള അഡ്മിനിസ്ട്രേറ്റർ എന്നിവയാണ് ബ്രഹ്മകുമാരി സിസ്റ്റർ മീനയുടെ. മലയാളം TV ചാനലുകൾ, കേബിൾ TV, FM റേഡിയോ സ്റ്റേഷനുകൾ എന്നിവയിൽ പ്രചോദനാത്മകമായ പ്രഭാഷണങ്ങളും ടോക്ക് ഷോകളും മീന സിസ്റ്റർ നടത്തി വരുന്നു. ഇന്ത്യയിലും വിദേശത്തും സോഷ്യൽ മീഡിയയിൽ ആയിരക്കണക്കിന് അനുയായികളെ സൃഷ്ടിച്ചു. ഇവരുടെ പ്രോഗ്രാമുകൾ സഖി TV, ജ്ഞാനയോഗി TV, പീസ് ഓഫ് മൈൻഡ് TV, ഏഷ്യാനെറ്റ് കേബിൾ വിഷൻ, കേരള വിഷൻ, നിരവധി പ്രാദേശിക കേബിൾ TV സ്റ്റേഷനുകൾ എന്നിവയിൽ പ്രഭാഷണം ചെയ്തു വരുന്നു. കേരളത്തിലെ പാലക്കാട്, മലപ്പുറം ജില്ലയിലെ ധ്യാന കേന്ദ്രങ്ങളുടെ സർവീസ് കോർഡിനേറ്ററും തമിഴ്നാട്ടിലും ദക്ഷിണ കേരള മേഖലയിലും കോർ മാനേജ്മെന്റ് കമ്മിറ്റി അംഗവുമാണ് സിസ്റ്റർ മീന. കേരളത്തിലെ പാലക്കാട്, മലപ്പുറം ജില്ലയിലെ 55ഓളം വരുന്ന ധ്യാന കേന്ദ്രങ്ങളുടെ പ്രവർത്തനം കൈകാര്യം ചെയ്യുന്നു. സമാധാനം, അനുകമ്പ, ധൈര്യം എന്നിവ BK സിസ്റ്ററുടെ, മീന സിസ്റ്ററുടെ വേറിട്ട ഗുണങ്ങളാണ്. ഇന്നത്തെ ഈ പാൻഡമിക് സിറ്റുവേഷനിൽ വളരെ അത്യാവശ്യമായ ആന്തരിക ശാന്തിയും ശക്തിയും ഈ വിഷയങ്ങളിൽ നമുക്ക് പ്രകാശവും പ്രചോദനം നൽകുന്നതിന് വേണ്ടി സിസ്റ്റർ മീനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഓം ശാന്തി സിസ്റ്റർ. Om Shanti. Most respected Jyoti Didi, Jyotika Behan, Gayatri Behan, Smita Behan, Rani Behan, Vishant Bhai, and all other divine brothers and sisters, kindly accept
Greetings of peace and love from Kerala, the God's own country. And thank you for giving this opportunity of service. ഇന്നത്തെ ഈ സായാഹ്ന വേളയിൽ ഈ സ്പെഷ്യൽ പ്രോഗ്രാമിൽ എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങളെല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഇന്നർ പീസ്, ഇന്നർ പവർ, ആന്തരിക ശക്തിയും ആന്തരികമായ ശാന്തിയും പുറത്തേക്കെടുക്കുക, പുറത്തു കൊണ്ടുവരിക. ഈ അവസരത്തിൽ നിങ്ങളെല്ലാവരും വളരെ സുഖമായിട്ട് ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എല്ലാ മലയാളികളും ഗൾഫിലാണെങ്കിലും ഇന്നത്തെ ഈ പാൻഡമിക് സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയും സുഖമായിട്ടിരിക്കുന്നു, ആരോഗ്യത്തോടെ ഇരിക്കുന്നു എന്ന് വിചാരിക്കട്ടെ. നമുക്ക് നമ്മുടെ ടോപ്പിക്ക് പവർ. ആരെയാണ് നമ്മൾ സാധാരണ രീതിയിൽ പവർഫുൾ എന്ന് പറയുക? സാധാരണ രീതിയിൽ അവർ വളരെ പവർഫുൾ ആണ്. ആരെക്കുറിച്ച് നമ്മൾ പറയുക? ആരാണോ താൻ വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നത്, താൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ കഴിവുള്ളവരെ കാണുമ്പോൾ നമ്മൾ എന്ത് പറയും? കണ്ടില്ലേ, ആള് നല്ല പവർഫുൾ ആണ്. പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് കണക്ഷനിലിരിക്കാൻ നമ്മളും ആഗ്രഹിക്കും, ഇല്ലേ? എന്താ കാര്യം? നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പവർഫുൾ ആയിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരുടെ കണക്ഷൻ നമ്മൾ എപ്പോഴും നിലനിർത്താൻ ആഗ്രഹിക്കാറുണ്ട്. ഇന്നത്തെ പ്രത്യേക സിറ്റുവേഷനിൽ നിങ്ങൾ എല്ലാവരും ആലോചിച്ച് നോക്കൂ. ഈ കൊറോണ കാലഘട്ടത്തില് ഫിസിക്കലി തന്നെ നോക്കിക്കോളൂ, നമ്മൾ ആരെയാണ് പവർഫുൾ എന്ന് പറയുക? ആർക്ക് നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടോ? ഈ കഴിഞ്ഞ 1.5 വർഷക്കാലമായിട്ട് പകർച്ചവ്യാധിയിലൂടെ കടന്നു പോകുമ്പോഴും ഡെയിലി വർക്ക് ചെയ്യേണ്ടി വരുന്നവരുണ്ട്. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ട്, അല്ലേ? നഴ്സിംഗ് സ്റ്റാഫ് ഉണ്ട്, ഡെയിലി ജോലിക്ക് പോയി വരേണ്ടവരുണ്ട്. നിങ്ങളിലും പലരും ഉണ്ടാവും. പലപ്പോഴും പറയില്ലേ, കണ്ടില്ലേ, ഈ സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോഴും ആള് നല്ല പവർഫുള്ളാ, അസുഖമൊന്നും ബാധിക്കാതെ സേഫ് ആയിട്ട് പോകുന്നുണ്ട്, നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉണ്ട്, അല്ലേ? അപ്പൊ പവർ ഉണ്ട്, ഫിസിക്കൽ പവർ ഉണ്ട്, ഇമ്മ്യൂണിറ്റി പവർ ഉണ്ട്. അതുകൊണ്ട് രോഗം ബാധിക്കുന്നില്ല. ഇനി രോഗം ബാധിച്ചാൽ പോലും പലർക്കും രോഗം ബാധിച്ചിട്ടുണ്ട്, പക്ഷെ പലരും സർവൈവ് ചെയ്തു. അപ്പോഴും നമ്മൾ പറയില്ലേ, ഫൈറ്റ് ചെയ്ത് സർവൈവ് ചെയ്യാൻ കഴിഞ്ഞു. പവർ ഉണ്ട്. അപ്പൊ ശാരീരികമായി പവർഫുൾ ആകാൻ നമ്മൾ എല്ലാവരും എന്താ ചെയ്യണം? ഇപ്പോ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ വേണ്ടി എന്തൊക്കെയാ ചെയ്യാറുള്ളേ? ഫുഡില് ശ്രദ്ധിക്കുന്നുണ്ട്, അല്ലേ? എക്സർസൈസ് ഉണ്ട്, സൂര്യപ്രകാശം നമുക്ക് വേണം, അല്ലെ? വായു സഞ്ചാരം കിട്ടുന്ന രീതിയിൽ നമ്മൾ റൂമിൽ താമസിക്കുന്നു, അല്ലെങ്കിൽ ഓഫീസിലാണെങ്കിൽ AC ഉണ്ടെങ്കിൽ പോലും നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നില്ല. ശുദ്ധവായു നല്ലതുപോലെ കിട്ടാൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണ് ഇരിക്കണം, അല്ലേ? കാരണം എന്താ? നമ്മുടെ ശരീരം 5 എലമെന്റ്സ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് ഈ ബോഡി ഫിറ്റാക്കി വെക്കാൻ, പവർഫുൾ ആക്കി വെക്കാൻ ആ 5 തത്വങ്ങളുടെ 5 എലമെന്റ്സിന്റെ സപ്പോർട്ട് നല്ല രീതിയിൽ നമുക്ക് വേണമെന്ന് മനസ്സിലാക്കിയപ്പോൾ നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ എക്സർസൈസ് ചെയ്യാൻ തുടങ്ങി. നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ AC ഓഫ് ചെയ്ത് ജനലും വാതിലും നമ്മൾ തുറന്നിടാൻ തുടങ്ങി. കാരണം എന്താ? പവർഫുൾ ആയിരിക്കണം, ഇമ്മ്യൂണിറ്റി കൂട്ടണം. എന്തുകൊണ്ടെന്നാൽ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടണം.
രോഗം വന്നാലും വലിയ ഡാമേജ് ഉണ്ടാകാതെ രക്ഷപ്പെട്ടു പോകാൻ ഇതാവശ്യമാണ്, അത്യന്താപേക്ഷിതാണ്. അപ്പൊ നമ്മൾ സമയം കണ്ടെത്തി. ഇതുവരെ നമ്മൾ എന്ത് പറയും? ഒയ്യോ, രാവിലെ നേരത്തെ പോണം, ഓഫീസിൽ പോണം, എവിടെ സമയം, എവിടെ എക്സസൈസ് ചെയ്യാൻ സമയം? ഇപ്പൊ നമ്മൾ സമയം കണ്ടെത്തി. എന്തുകൊണ്ട്? ഒഴിച്ചുകൂടാൻ പറ്റില്ല. ആവശ്യകത അത്ര ഉയർന്നു. അപ്പൊ നമ്മൾ സമയം കണ്ടെത്താൻ തുടങ്ങി. പേടിച്ചിട്ടെങ്കിലും, അസുഖം വരില്ലേ എന്ന് ഭയന്നിട്ടെങ്കിലും നമ്മൾ ഭക്ഷണത്തിൽ നിയന്ത്രണം തുടങ്ങി, ഇല്ലേ? നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഇന്നർ പവർ ആണ്. എന്താണ് ഇന്നർ പവർ? ഇന്നർ പവറിന്റെ ആവശ്യകത എന്താ? എന്താ ആവശ്യകത? നിങ്ങൾക്ക് അനുഭവം ഉണ്ടാകും. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ സ്വന്തം ലൈഫിലേക്ക് തിരിഞ്ഞു നോക്കൂ. ഈ കഴിഞ്ഞു പോയ 1.5 വർഷം, ഈ കോവിഡ് കാലഘട്ടത്തിൽ മാത്രം നോക്കൂ. ഈ മഹാമാരി ലോകത്തെ പിടിച്ചു കുലുക്കിയപ്പോ നമ്മുടെ എല്ലാവരുടെയും മാനസികാവസ്ഥ എന്തായിരുന്നു? ഇപ്പോഴും നോക്കൂ. ഇപ്പോഴും നോക്കൂ. നാളെ എന്താകും, അല്ലേ? 2ാം തരംഗം കഴിഞ്ഞപ്പോൾ 3ാം തരംഗത്തെക്കുറിച്ച് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡെയിലി ന്യൂസ് കേൾക്കുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥ എന്താ? നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഫീലിങ്സ് എന്താണ്? നമുക്ക് നമ്മളെക്കുറിച്ച്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ കുറിച്ച്, നിങ്ങൾ ഗൾഫിലായിരിക്കും, ഫാമിലിയിലുള്ളവർ നാട്ടിലാണ്, നിങ്ങളെക്കുറിച്ച് അവർക്ക് ചിന്ത, അവർക്ക് നിങ്ങളെക്കുറിച്ച് ചിന്ത, അല്ലേ? ഏതെല്ലാം തരത്തില് ചിന്തകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇങ്ങനൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടേ, നമുക്ക് ഇന്നർ സ്ട്രെങ്ത് അർത്ഥം നമ്മുടെ മെന്റൽ പവർ, ഇമോഷണൽ പവർ, ആ ആന്തരിക ശക്തി നമുക്ക് സ്ട്രോങ് ആയിരുന്നെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഫിസിക്കലി എത്ര ഫിറ്റ് ആണെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടേ, മാനസികമായിട്ട് നമ്മൾ സ്ട്രോങ് അല്ലെങ്കിൽ ആദിയിൽ നിന്ന് തന്നെ വ്യാധി ഉണ്ടാകും, അല്ലേ? പണ്ട് പറയാറില്ലേ, ആദിയിൽ നിന്ന് വ്യാധി എന്നാ പറയാ. എത്ര കൂടുതൽ നമ്മൾ മെന്റലി സ്ട്രെസ്ഫുൾ ആണോ, വീക്കാണോ, എത്ര നെഗറ്റീവ് തോട്ട് നമുക്ക് വരുന്നുണ്ടോ, അതിനനുസരിച്ച് എന്താ സംഭവിക്കുക? പെട്ടെന്ന് നമ്മുടെ, അല്ലെ, ഇവിടെ ബാറ്ററി ഡൗൺ ആയി വരും. നമ്മുടെ ഇന്നർ പവർ കുറഞ്ഞു വരും. ഓരോ വീക്ക് തോട്ടും, അയ്യോ എൻ്റെ വൈഫ്, എൻ്റെ മക്കള് എന്താക്കും, നാട്ടില് കേരളത്തിൽ അസുഖം കൂടുതലാണെന്ന് കേൾക്കണല്ലോ, 2ാം തരംഗം ഭയങ്കര പവർഫുൾ ആയിരുന്നു, ഇനി 3ാം തരംഗത്തിലും കേരളം ഒരു സംസ്ഥാനം, മുഖ്യ 3 സംസ്ഥാനങ്ങളിൽ ഒന്നാണല്ലോ. ഡെയിലി ന്യൂസുകൾ നമ്മൾ കേൾക്കുകയാണ്. അപ്പൊ നമ്മുടെ മനസ്സിൽ എൻ്റെ കുടുംബത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ, എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, ഈ ചിന്തകൾ, ഈ നെഗറ്റീവ് ചിന്തകളിൽ വരുന്തോറും എന്താകും, നമ്മുടെ ഇവിടുത്തെ ഇന്നർ കപ്പാസിറ്റി കുറഞ്ഞു വരും. അപ്പൊ നമുക്ക് ആന്തരികമായി ശക്തിശാലിയായിരിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് എന്താണ്? ശരീരത്തിന് നമ്മൾ ഫുഡിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നത് പോലെ മെന്റലി സ്ട്രോങ് ആയിരിക്കാനും ഫുഡ് ആൻഡ് എക്സർസൈസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മെന്റലി സ്ട്രോങ് ആകാൻ വേണ്ടുന്ന ഫുഡ് എന്താണ്? മെന്റലി സ്ട്രോങ് ആകാൻ പോസിറ്റീവ് തിങ്കിങ്, പോസിറ്റീവ് തോട്ട്. പോസിറ്റീവ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ ഇപ്പൊ നമുക്ക് പേടിയാ. പണ്ട് പോസിറ്റീവ് എന്നുള്ള വേർഡ് നമുക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നു. കോവിഡ് പോസിറ്റീവ് വന്നതോടുകൂടി ആ ശബ്ദവും നമ്മളെ ഭയപ്പെടുത്തുന്നതാണ്, അല്ലേ? അതുകൊണ്ട് കുറച്ചും കൂടി വേറൊരു ശബ്ദം വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം, റൈറ്റ് തോട്ട്, റൈറ്റ് തിങ്കിങ്. ഈ സമയത്ത് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സിസ്റ്റർക്ക് ഓർമ്മ വരുന്നേ, ഇപ്പോ ഏകദേശം 1 മാസമായി ഒരു ഫാമിലി, നമ്മുടെ ഏകദേശം 10 വർഷങ്ങളായിട്ട് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഫാമിലി, അവിടെ ഹസ്ബൻഡ് ഇപ്പോൾ കോവിഡായിട്ട് മരിച്ചു. വളരെ ചെറിയ പ്രായമാണ്, 45 വയസ്സേ ഉള്ളൂ. ഒരു 40-42 വയസ്സിന്റെ വൈഫിന് 2 കുട്ടികളുണ്ട്.
8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുന്ന ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയാണ്. കാർപ്പൻ്ററാണ്. അന്നന്ന് കൂലിപ്പണി എടുത്തിട്ട് കുടുംബം ജീവിക്കുന്ന ആളാണ് മരിച്ചത്. ആള് മരിച്ചതിന് ശേഷം അന്നത്തെ ദിവസവും പിറ്റേ ദിവസവും ഇടയിൽ സിസ്റ്റർ ഫോൺ വിളിക്കുമായിരുന്നു. ആ സഹോദരിക്ക് എങ്ങനെയുണ്ട് മാനസികാവസ്ഥ എന്ന് അന്വേഷിക്കാൻ. അപ്പൊ ചോദിച്ചപ്പോ എന്താ പറഞ്ഞതെന്നറിയും? സിസ്റ്ററെ, എനിക്ക് വേദനയില്ല, വിഷമമില്ല. എനിക്ക് മനസ്സിലായി. കാരണം 10 വർഷം കൊണ്ട് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലായി, ആള് പോയിട്ടില്ലല്ലോ, ശരീരമല്ലേ പോയിട്ടുള്ളൂ. ആ ആത്മാവായ എനർജി ഒരു കോസ്റ്റ്യൂം മാറി അടുത്ത കോസ്റ്റ്യൂം എടുക്കാൻ പോയിരിക്കല്ലേ. അതുകൊണ്ട് എനിക്ക് വിഷമമില്ല. അപ്പോൾ സിസ്റ്റർ ചോദിച്ചു, ഇനി ഫ്യൂച്ചർ, കാരണം ജോലിയൊന്നുമില്ല, എങ്ങനെ ജീവിക്കും? അപ്പൊ പറഞ്ഞു, എനിക്ക് തുന്നാൻ അറിയാം, എൻ്റെ ചേച്ചി ഒരു തുന്നൽ മെഷീൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും തുന്നാൻ കുറച്ച് തുണി കിട്ടിയാൽ തന്നെ ജീവിച്ചു പോകാൻ അത്യാവശ്യം കഴിയുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. നാളുകളെ കുറിച്ച് യാതൊരു തരത്തിലുള്ള ആവലാതിയില്ല, അങ്കലാപ്പില്ല. 2 കുട്ടികളാ. ഇവരെ എങ്ങനെ പഠിപ്പിക്കും, നാളെ എന്താകും? തീർച്ചയായും എനിക്കൊരു വഴി, ഒന്നല്ലെങ്കിൽ വേറൊരു വഴി തുറന്നു കിട്ടും. 2 കൈയുള്ള ആളല്ലേ പോയിട്ടുള്ളൂ, 1000 കൈയുള്ള ആള് സർവശക്തിവാൻ എൻ്റെ കൂടെ ഉണ്ട്. ഈ ഉറച്ച നിശ്ചയം എനിക്കുണ്ട്. അപ്പൊ കുഞ്ഞുങ്ങൾ എന്ത് പറയണു ചോദിച്ചപ്പോ പറഞ്ഞത്, മക്കള് പറഞ്ഞ, അമ്മ നമ്മൾ അച്ഛന് വേണ്ടി എല്ലാം ചെയ്തില്ലേ, നല്ല ട്രീറ്റ്മെന്റ് എല്ലാം കൊടുത്തു, പക്ഷെ രക്ഷപ്പെടാൻ പറ്റിയില്ല. സമയമായിട്ടുണ്ട് അച്ഛന് പോകാൻ. ചെറിയ കുട്ടികളാ. അമ്മയോട് പറയാണ്, അമ്മയെ ആശ്വസിപ്പിക്കാണ്, അച്ഛന് പോകാൻ സമയമായിട്ടുണ്ടാവും. ഞങ്ങൾ 2 പേരും അച്ഛൻ ആഗ്രഹിച്ചതുപോലെ ജീവിക്കാം, അമ്മ വിഷമിക്കേണ്ട. എന്താ കാരണം? സിസ്റ്റർ പറഞ്ഞു വരുന്നത്, 10 വർഷങ്ങളായിട്ട് റെഗുലർ മെഡിറ്റേഷൻ ചെയ്യുന്ന ഫാമിലി, അച്ഛനും അമ്മയും കുട്ടികളും, ഇത്രയും വലിയൊരു സിറ്റുവേഷൻ ജീവിതത്തിൽ വന്നപ്പോ നാളുകൾ മുന്നിൽ ശരിക്കും പറഞ്ഞാൽ ശൂന്യം ആണ്. എന്താണെന്ന് അറിയില്ല. എത്ര വേണമെങ്കിലും അവലാതിയിൽ വരാം, ഉത്കണ്ഠ ഉണ്ടാവാം, ടെൻഷൻ ഉണ്ടാകാം, അല്ലേ? പതിയെ വേർപാടിന്റെ വേദന ചെറുതൊന്നുമല്ല. പക്ഷേ അത് സഹിക്കാൻ കഴിയുന്നു. ഒന്ന്, സംഭവിച്ചതിനെ അക്സെപ്റ്റ് ചെയ്തു. രണ്ടാമത്തത്, സംഭവിച്ചു പോയല്ലോ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കണില്ല. എനിക്ക് തുന്നണം, കുട്ടികളെ നോക്കണം, നോക്കാൻ പറ്റും, പ്രസന്റില് ആക്റ്റീവ് ആകാൻ കഴിയണം. അതാണ് ഇന്നർ സ്ട്രെങ്ത്. പാസ്റ്റിന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ കഴിഞ്ഞു. അതാണ് ഇന്നർ സ്ട്രെങ്ത്. ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഉത്കണ്ഠയില്ല. അതാണ് ഇന്നർ സ്ട്രെങ്ത്. ഈ സ്ട്രെങ്ത് എവിടുന്ന് കിട്ടി? ഒന്ന്, റൈറ്റ് തിങ്കിങ്. സംഭവിച്ചു, പോകാൻ സമയമായി, ആള് പോയി. കാരണം നമ്മൾ എല്ലാവരും ഒരു ജേർണിയിലാണ്. ഒരു ബസ്സിലല്ലേ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയില്ല, ഓരോരുത്തരും ഓരോ സ്റ്റോപ്പിൽ നിന്ന് കയറും, അല്ലേ? നമ്മളെല്ലാവരും അങ്ങനെ സ്റ്റോപ്പിൽ നിന്ന് കയറിയല്ലേ ഫാമിലിയിലായത്. ഹസ്ബൻഡ് ഒരു സ്റ്റോപ്പിൽ നിന്ന് കയറി, വൈഫ് ഒരു സ്റ്റോപ്പിൽ നിന്ന് കയറി, മോൻ ഒരു സ്റ്റോപ്പിൽ നിന്ന് കയറി, മോളൊരു സ്റ്റോപ്പിൽ നിന്ന് കയറി, മരുമകൻ മറ്റൊരു സ്റ്റോപ്പിൽ നിന്ന് വന്നു, അല്ലേ? ഓരോ സ്റ്റോപ്പിൽ നിന്ന് കയറി. അതേപോലെ നമുക്ക് എല്ലാവർക്കും അവരവരുടെ സ്റ്റോപ്പ് എത്തുമ്പോൾ ഇറങ്ങുകയും വേണം. വേണമല്ലേ? നമ്മുടെ കൂടെ പലരും യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ തൊട്ടടുത്ത സീറ്റിൽ ഇരിക്കുമ്പോൾ നമ്മൾ 1 മണിക്കൂർ യാത്ര ചെയ്ത് കഴിയുമ്പോൾ സംസാരിച്ച് ക്ലോസ് ആവും. പക്ഷെ അവരവരുടെ സ്റ്റോപ്പ് എത്തുമ്പോൾ ഇറങ്ങും. നമുക്ക് പറയാൻ പറ്റുമോ ഇറങ്ങരുതെന്ന്? നമ്മൾ പറഞ്ഞാലും അവർക്ക് ഇറങ്ങാതിരിക്കാൻ പറ്റുമോ? ഒരിക്കലും കഴിയില്ല. പക്ഷെ എന്നാലും ഇറങ്ങുമ്പോൾ നമുക്കൊരു ഇത്ര നേരം നമ്മുടെ കൂടെ യാത്ര ചെയ്ത ആളല്ലേ. പോകുമ്പോൾ നമ്മൾ യാത്ര പറയുമ്പോൾ ഉള്ളിൽ ഇത്തിരി വിഷമം ഉണ്ടാവും. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം അവർക്ക് അവരുടെ സ്റ്റോപ്പിൽ ഇറങ്ങണം. അതേപോലെ ജീവിതയാത്രയിൽ നമുക്ക് ജീവിതത്തിൽ പ്രത്യേകിച്ചും ഇന്നത്തെ അൺസർട്ടനിറ്റിയുടെ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവല്ലേ. അനിശ്ചിതത്വമാണ്. അടുത്ത സെക്കൻഡ് പോലും എന്താണെന്ന് നമുക്കാർക്കും അറിയില്ല. ഇപ്പൊ നോക്കൂ, നമ്മൾ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നാളെ എന്താണ്? ഏത് തരത്തിലുള്ള ചേഞ്ചസ് വേണമെങ്കിലും, സഡൻ ചേഞ്ചസ്, അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷൻസ്. ആലോചിച്ച് നോക്കൂ, നമ്മൾ ആരെങ്കിലും സ്വപ്നത്തിൽ വിചാരിച്ചതാണോ ലോകം ഇങ്ങനെ ലോക്ക്ഡൗൺ ആകുമെന്ന്? ലോകം മുഴുവൻ
മറ്റേ വ്യക്തിപരമായി സമൂഹത്തിൽ, ഒരു രാഷ്ട്രത്തിൽ, ഒരു രാജ്യത്തിൽ, ഒരു ജില്ലയിൽ, അല്ലെങ്കിൽ ഒരു നാട്ടിൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. ഇത് ഒരേ സമയം ടോട്ടൽ വേൾഡ് ലോക്കപ്പിലേക്ക് പോവാ. ഇത് നമ്മളാരും സ്വപ്നം പോലും വിചാരിച്ചിട്ടില്ല. പക്ഷെ സിറ്റുവേഷൻസ് നമ്മൾ കണ്ടു അല്ലേ? അപ്പൊ ഇങ്ങനൊരു അൺസർട്ടനിറ്റിയുടെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇവിടെയാണ് ഇന്നർ സ്ട്രെങ്ത് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതിന്റെ ഏറ്റവും വലിയ ആവശ്യകത. അതിന് റൈറ്റ് തിങ്കിങ്. ആ ഫുഡ് നമുക്ക് നമ്മുടെ ഉള്ളില് നമ്മളെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നാലേ നമ്മൾ ഫിസിക്കലിയും മെന്റലിയും സ്ട്രോങ് ആകുള്ളൂ. കാരണം നമ്മൾ മെന്റലി വീക്ക് ആയി കഴിഞ്ഞാൽ ആദിയിൽ നിന്ന് വ്യാധി, ശരീരത്തിന് നമ്മൾ എത്ര തന്നെ ഫിറ്റാക്കി വെച്ചാൽ, എക്സർസൈസ് ചെയ്താലും ഭക്ഷണം കൊടുത്ത് ഇതിന്റെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചാലും മെന്റലി വ്യക്തി വീക്കാണെങ്കിൽ നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ, ഇവിടെ ബാറ്ററി വീക്കായി വരും. രോഗങ്ങൾ നമ്മളെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത കൂടി വരും. അതുകൊണ്ടാണ് പണ്ടേ നമ്മളോട് പറയില്ലേ, മരുന്നും മന്ത്രവും വേണം. ഓർമ്മയുണ്ടോ? മരുന്നും മന്ത്രവും വേണം. പഴമക്കാരെങ്ങനെയല്ലേ പറയാ? അസുഖം വന്ന മെഡിസിനും വേണം, മന്ത്രം മീൻസ് മെഡിറ്റേഷൻ പവർ, മനസ്സിന് വേണ്ടുന്ന ശക്തി. മന്ത്രം എന്ന് പറഞ്ഞാൽ മനനാത്രായതേ ഇതി മന്ത്രഹ എന്നാ പറയാ. മനസ്സിനെ ക്ഷതങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതിന്റെ പേരാണ് മന്ത്രം. മനസ്സിനെ മുറിവുകളിൽ നിന്ന്, വേദനകളിൽ നിന്ന് രക്ഷിക്കാനുള്ള മന്ത്രം, യന്ത്രം, മെഷീനറി എന്നോ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. അതാണ് നമുക്ക് മെഡിറ്റേഷനിലൂടെ ലഭിക്കുന്നത്. ഇന്നർ സ്ട്രെങ്ത് ഇൻക്രീസ് ആക്കുക. അപ്പോ മെയിൻ ഒന്ന്, ശരിയായ ഫുഡ് ഫീഡ് ചെയ്യണം നമ്മളെ. ഇപ്പൊ നമ്മൾ എന്ത് ഫുഡാ കഴിച്ചുകൊണ്ടിരിക്കണം? ശരീരത്തിന്റെ ഫുഡിന്റെ കാര്യം ചോദിക്കുന്നില്ല സിസ്റ്റർ. അത് നിങ്ങൾ എല്ലാവരും വളരെ എക്സ്പെർട്ടായി കഴിഞ്ഞു. ഡെയിലി ഡോക്ടേഴ്സിന്റെ ക്ലാസ്സുകളെല്ലാം കേട്ട് എന്ത് ആഹാരം കഴിക്കണം ഈ കോവിഡ് കാലത്ത്, എന്ത് കുടിക്കണം അല്ലേ, എത്ര സമയം സൂര്യപ്രകാശം ഏൽക്കണം, എത്ര സമയം പ്രാണായാമം ചെയ്യണം, ഇതെല്ലാത്തിനെ കുറിച്ചും നമ്മളെല്ലാവരും അവെയർ ആണ്. നിങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ടാകും. പക്ഷെ മനസ്സിന് എന്ത് ഫുഡാ ഫീഡ് ചെയ്യണേ? ഇന്നർ സ്ട്രെങ്തിന് വേണ്ടി എന്ത് ഫുഡാ ഫീഡ് ചെയ്യണേ? രാവിലെ എഴുന്നേൽക്കുന്നതും അല്ലേ ഫീഡിങ് ആരംഭിക്കുമല്ലോ. ഒന്നീ ന്യൂസ് പേപ്പർ, അല്ലെങ്കിൽ ഫോൺ, അല്ലെങ്കിൽ TV, ഫീഡിങ് ആണല്ലോ. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും പഠിക്കുന്നതും എല്ലാം എന്താണ്? ആഹാരമാണ്. ആഹാരം മീൻസ് ആഹരിക്കുന്നതിന്റെ പേരാണ് ആഹാരം. സ്വീകരിക്കുന്നത്, വായിൽ കൂടി കഴിക്കുന്നത് മാത്രമല്ല ആഹാരം. കാണുന്നതും കേൾക്കുന്നതും വായിക്കുന്നതും എല്ലാം എന്താണ്? ആഹാരമാണ്. അപ്പൊ രാവിലെ ഉണർന്നെഴുന്നേറ്റ് നമ്മൾ എന്താണോ ആദ്യം ചെയ്യുന്നത്? നമ്മുടെ മനസ്സ് രാത്രി ഉറങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്ലെയിൻ പേപ്പറാണ്. ലിറ്റ്മസ് പേപ്പർ പോലെയാണ്. ഒപ്പിയെടുക്കാനുള്ള ടെൻഡൻസി ഉള്ള സമയമാണ് രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ എന്താണോ കാണുന്നത്, വായിക്കുന്നത്, അത് അതേപോലെ ഗ്രാസ്പ് ചെയ്യും. ഇനിയും അവരവർ ചിന്തിക്കുക, ഞാൻ രാവിലെ എഴുന്നേറ്റ്, പ്രത്യേകിച്ച് രാവിലെ ഉണർന്നെഴുന്നേറ്റ് ആദ്യത്തെ 2 മണിക്കൂർ നമ്മുടെ മനസ്സിന്റെ അവസ്ഥ ലിറ്റ്മസ് പേപ്പർ പോലെയാണ്. ആ സമയത്ത് നമ്മൾ എന്താ പഠിക്കണേ? എന്ത് പോസിറ്റീവായിട്ടുള്ളത് നമ്മൾ വായിക്കുന്നു, പഠിക്കുന്നു, കേൾക്കുന്നു, ചിന്തിക്കുന്നു, അതിൻ്റെ ഇമ്പാക്റ്റ് നമ്മളെ നമ്മുടെ സ്ട്രെങ്ത്, ഇന്നർ കപ്പാസിറ്റി, ഇന്നർ പവർ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, പണ്ട് നമുക്ക് റേഡിയോ, ടിവിയും ഫോണും കമ്പ്യൂട്ടറും ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ നമ്മുടെ പഴമക്കാരെല്ലാം രാവിലെ റേഡിയോയുടെ മുന്നിൽ കുത്തിയിരിക്കും ഉണർന്നെഴുന്നേറ്റ. എന്താ പ്രോഗ്രാം കാണുക എല്ലാവരും? ആദ്യം റേഡിയോയിലെ ആദ്യത്തെ പ്രോഗ്രാം ഏതാണ്? 6 മണിക്ക് സുഭാഷിതം കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഓർമ്മയുണ്ടോ? കുട്ടിക്കാലത്ത് നമ്മൾ കണ്ടിട്ടില്ലേ സുഭാഷിതം? എന്താ അതിൻ്റെ അർത്ഥം? നല്ല വചനങ്ങൾ. അതില് എല്ലാ ധർമ്മങ്ങളിൽ നിന്നുള്ളതും ഉണ്ടാവും അല്ലേ? നല്ല വചനം, സത് വചനം കേട്ടിട്ട് പാടത്ത് പണിക്ക് പോകുന്നവരും കാത്തിരിക്കും. 6 മണിക്ക് സുഭാഷിതം കേട്ടിട്ടേ പോവുള്ളൂ പാടത്തേക്ക് പണിയെടുക്കാൻ.
കാരണം അന്നത്തെ മുഴുവൻ ദിവസത്തേക്ക് മനസ്സിന് കിട്ടുന്ന ഊർജം, ശക്തി, ഇന്നർ പവർ അതിൽ നിന്ന് കിട്ടും. ഫസ്റ്റ് ഫീഡിങ് അതായിരുന്നു മനസ്സിന് കൊടുത്തിരുന്നത്. നമ്മളിപ്പോ രാവിലെ എഴുന്നേറ്റിട്ട് ആദ്യം എന്താ ചെയ്യുന്നത്? എന്താ ഫീഡ് ചെയ്യാറുള്ളത്? അവരവരോട് ചോദിക്കുക. ഇന്ന് സോഷ്യൽ മീഡിയയുടെ അതിപ്രസരത്തിന്റെ കാലഘട്ടത്തിലാ. രാവിലെ എഴുന്നേറ്റ് നമ്മൾ ആരോട് സംസാരിക്കണം? ഫോൺ വിളിക്കുകയാണോ? അല്ലെങ്കിൽ ടി വി അല്ലെങ്കിൽ യൂട്യൂബ് തുറന്ന് ഏത് പ്രോഗ്രാമാ കാണണേ? ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് പവർഫുൾ ആകണമെങ്കിൽ, ഇന്നർ സ്ട്രെങ്ത് നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമ്മൾ നല്ല ഫുഡ് ഫീഡ് ചെയ്യണം. ഫുഡ് ചൂസ് ചെയ്യണം. കിട്ടുന്നതെല്ലാം വാരി വലിച്ച് കഴിക്കുക എന്നുള്ളതല്ല. കമ്പ്യൂട്ടറും ഫോണും ഇന്റർനെറ്റും യൂട്യൂബും എല്ലാം നമുക്ക് ഇഷ്ടം പോലെ ഭക്ഷണം തരും. അതിൻ്റെ അർത്ഥം എല്ലാവരും കഴിക്കാൻ വേണ്ടിയിട്ടല്ല. ആർക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. പക്ഷെ ചൂസ് ചെയ്യണം. നമ്മൾ ചൂസ് ചെയ്യാനും ശക്തി വേണം. ചൂസ് ചെയ്യാനും ശക്തി വേണം. രാവിലെ ഞാൻ എന്ത് കേൾക്കണം, എന്ത് പഠിക്കണം, എന്തിനെ കുറിച്ച് അതിരാവിലെ ചിന്തിക്കണം, ഇതെന്റെ ചോയ്സാണ്. എൻ്റെ ചോയ്സാണ്. പൊതുവേ നിങ്ങൾ നോക്കിക്കോളൂ, ഏർലി മോർണിംഗ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ചാനൽസിൽ പോലും പണ്ടേ ടി വികളൊക്കെ തുറന്നാൽ തന്നെ എല്ലാ ചാനൽസിലും എന്തെങ്കിലും സ്പിരിച്വൽ പ്രോഗ്രാംസ് ആയിരുന്നു പണ്ടല്ലേ. അതിൻ്റെ അർത്ഥം തന്നെ എന്താ? രാവിലെ നമുക്ക് കുറച്ച് പോസിറ്റീവ് ഇൻപുട്ട് ആവശ്യമുണ്ട്. ഇൻപുട്ട് അനുസരിച്ചിരിക്കും ഔട്ട്പുട്ട്. രാവിലെ എഴുന്നേറ്റ് ഇത്ര പേര് നമ്മൾ ന്യൂസ് കേട്ടിട്ട് അയ്യോ ഇന്ന് ഇത്ര പേർക്ക് കോവിഡാണ്, അയ്യോ ഇന്ന് ഇത്രയും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കൂടുതലാണ്, അയ്യോ ഇന്ന് ഇത്ര പേര്, അയ്യോ അവിടെ കൊലപാതകം, ആത്മഹത്യ, ആ പ്രശ്നം, ഈ പ്രശ്നം, വലിയ വലിയ ഹെഡിങ്ങിൽ ബ്രേക്കിംഗ് ന്യൂസുകൾ വരുന്നത് എപ്പോഴും നമുക്ക് ആശങ്കയും ഭയവും അല്ലേ, വിഷമവും ടെൻഷനും ഉണ്ടാക്കുന്നതാണ്. അതാണ് നമ്മൾ ആദ്യം പഠിക്കുന്നതെങ്കിൽ ഫുൾ ഡേ ഫുഡ് അതിനെക്കുറിച്ചാണ് ചിന്തന നമുക്ക് നടക്കുക. പിന്നെ നമ്മൾ അടുക്കളയിൽ പോയാലും ഓഫീസിൽ പോയാലും ഡ്രൈവ് ചെയ്യുകയാണെങ്കിലും മനസ്സിലെന്താ കിടന്ന് കറങ്ങുക? മനസ്സിലെന്താ കറങ്ങുക? ഈ കേട്ടത്, ഈ വായിച്ചത് അല്ലേ? അതാണ് ദഹിപ്പിച്ചുകൊണ്ടിരിക്കുക. കാരണം ഫുഡ് കഴിക്കുക മാത്രമല്ലല്ലോ ചെയ്യുക. കഴിച്ചു കഴിയുന്ന ഫുഡ് എന്ത് ചെയ്യും? ഫുൾ ഡേ ഡൈജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ. അത് ഡൈജസ്റ്റ് ആകുന്നത് വരെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഫുൾ ഡേ കാണുന്നതും കേൾക്കുന്നതും വായിക്കുന്നതും പഠിക്കുന്നതും പ്രത്യേകിച്ചും ഏർലി മോർണിംഗിലും അതേപോലെ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഈ 2 സമയം നിങ്ങൾ നോട്ട് ചെയ്യും. നമുക്ക് ഇന്നർ സ്ട്രെങ്ത് വേണം എന്നുണ്ടെങ്കിൽ, നമുക്ക് പീസ്ഫുൾ ആയിട്ട് രാത്രി ഉറങ്ങാൻ കഴിയണമെങ്കിൽ, കാരണം ഇന്നർ പവറും പീസും തമ്മിൽ കണക്റ്റഡാ. പവർ ഉണ്ടെങ്കിലേ നമുക്ക് പീസ്ഫുൾ ആയിട്ട് ജീവിക്കാൻ പറ്റും. പവർ എന്തിനാ വേണ്ടത്? നമുക്ക് നമ്മളെ സെൽഫ് കൺട്രോളിനുള്ള പവർ വേണം. രാവിലെ അല്ലെ ഏത് ആഹാരം എൻ്റെ മനസ്സിന് ഞാൻ ഫീഡ് ചെയ്യണം, ചൂസ് ചെയ്യാൻ പവർ വേണം. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് എങ്ങനെ ഉറങ്ങണം, അതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഒരു മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ബാക്കി നെഗറ്റീവ് ഫുഡ് ഫീഡിങ് എല്ലാം നിർത്തണം. പ്രത്യേകിച്ച് ന്യൂസുകൾ കാണുന്നത്. ന്യൂസ് കാണണ്ടെന്ന് സിസ്റ്റർ നിങ്ങളോട് പറയില്ല. ന്യൂസ് കാണാൻ ഒരു ടൈം ഫിക്സ് ചെയ്യൂ. കഴിയുന്നത് അത് പകല് ചെയ്യൂ. രാത്രി ഒരിക്കലും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ന്യൂസുകൾ കണ്ടിട്ട് പേടിപ്പിക്കുന്ന കാര്യങ്ങൾ, വിഷമിക്കുന്ന കാര്യങ്ങൾ കണ്ടിട്ട് വായിച്ചിട്ട് ഒരിക്കലും കിടക്കാൻ പോകരുത്. കാരണം എന്താ? രാത്രി നമ്മൾ എന്ത് കാണുന്നു, കേൾക്കുന്നു, അതിൻ്റെ എഫക്റ്റ് നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ നിന്ന് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകും. നമ്മൾ ഉറങ്ങാൻ പോയി കിടന്നാലും ഉറക്കം പിടിച്ചാലും സബ് കോൺഷ്യസ് മൈൻഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടതിനെ കുറിച്ച്. അപ്പൊ നമുക്ക് സുഖനിദ്ര കിട്ടില്ല. അപ്പോഴാണ് നമ്മൾ സ്വപ്നം കാണുന്നത്, ഡിസ്റ്റർബ്ഡ് ആവുന്നത്, എത്ര ഉറങ്ങിയാലും രാവിലെ എഴുന്നേക്കാൻ പറ്റുന്നില്ല, ക്ഷീണം, ശരിക്കും സുഖമായിട്ട് ഉറങ്ങാൻ പറ്റണില്ല, ചിന്തകള്. കാരണം എന്താണോ നമ്മൾ കേട്ടോണ്ടിരുന്നതിന്റെ ചിന്തകൾ വരുമല്ലോ. അപ്പൊ രാത്രി ഒരിക്കലും ഫാമിലിയിൽ ഇഷ്യൂസിന്റെ കാര്യം രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് സംസാരിക്കാതിരിക്കുക. എന്ത് ഇഷ്യൂസ് ഉണ്ടോ ഒരു പ്ലാൻ ചെയ്യൂ, നമുക്ക് പകല് സംസാരിക്കാം. രാത്രി ഒരിക്കലും ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യാതിരിക്കുക. അതേപോലെ ന്യൂസുകൾ രാത്രി കാണാതിരിക്കുക.
നിങ്ങളൊരു സമയം ഫിക്സ് ചെയ്തിട്ട് പകലിൽ കാണും. എന്താ നടക്കുന്ന ലോകത്ത് അറിയണ്ടേ ചോദിച്ചാൽ തീർച്ചയായിട്ടും അറിയണം. കണ്ടോളൂ. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഓരോ 5 മിനിറ്റിലും ഫോൺ നോക്കിക്കൊണ്ടിരിക്കരുത്. നമുക്ക് നമ്മുടെ വാട്സപ്പ് നോക്കാനും ഇമെയിൽസ് നോക്കാനും ഫേസ്ബുക്ക് നോക്കാനും എല്ലാത്തിനും നിങ്ങളൊരു ടൈം ഫിക്സ് ചെയ്യൂ. ഡെയിലി ഇത്ര മണിക്ക് ഇത്ര മിനിറ്റ് എനിക്കിത് നോക്കണം. നോക്കൂ, റിപ്ലൈ ചെയ്യേണ്ടവർക്ക് റിപ്ലൈ ചെയ്യൂ, എല്ലാം ചെയ്തോളൂ. പക്ഷെ ഒരു ടൈം. ഈ ഫോണും കമ്പ്യൂട്ടറും അല്ലെങ്കിൽ യൂട്യൂബും വാട്സപ്പും ഫേസ്ബുക്കും ഈ സാധനങ്ങൾ നമ്മളെ കൺട്രോൾ ചെയ്യരുത്. നമുക്ക് അതിൻ്റെ മേൽ കൺട്രോൾ പവർ വേണം. അതിനാണ് ഇന്നർ പവർ ആവശ്യം. അത് നമ്മളെ പിടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ, ഈ സാധനങ്ങൾ നമ്മളെ പിടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഈ ബാറ്ററി വീക്കായി 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 വരും. ഇവിടെ എനർജി കുറഞ്ഞു കുറഞ്ഞു വരും. രണ്ടാമത് നമുക്ക് വേണ്ടത് എക്സർസൈസ്. മനസ്സിനുള്ള എക്സർസൈസ് എന്താണ്? മനസ്സിന് വേണ്ടുന്ന എക്സർസൈസ്, മനസ്സിനെ പവർഫുൾ ആക്കാൻ മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഹീലിംഗ് ആണ്, കണക്റ്റിംഗ് ആണ്. കണക്റ്റിംഗ് വിത്ത് ദ സുപ്രീം പവർ ഹൗസുമായിട്ടുള്ള കണക്ഷന്റെ പേരാണ് മെഡിറ്റേഷൻ. അപ്പൊ ഫിസിക്കലി നമ്മൾ എന്തിനാണ് എക്സർസൈസ് ചെയ്യണത്? ഒന്ന്, നമ്മൾ ശരീരം ഫ്ലെക്സിബിൾ ആയിരിക്കും, അല്ലേ? ബോഡിക്ക് ഫ്ലെക്സിബിലിറ്റി വേണം. രണ്ടാമത്തത്, ബോഡിയുടെ ഇമ്മ്യൂണിറ്റി പവർ ഇൻക്രീസ് ആകണം, അല്ലേ? മൂന്നാമത്തത്, നമുക്ക് ഈ ശരീരം കൊണ്ട് ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ എനർജി വേണം, ഊർജം വേണം, അല്ലേ? അതിനുവേണ്ടി നമ്മൾ റെഗുലർ എക്സർസൈസ് ചെയ്യും. അതേപോലെ മെഡിറ്റേഷൻ നമ്മൾ ചെയ്യുന്നതിലൂടെ കിട്ടുന്നത് എന്താണ്? നേരത്തെ സിസ്റ്റർ പറഞ്ഞില്ലേ ആ ഫാമിലിയെ കുറിച്ച്. അതേപോലെ ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓർമ്മ വരികയാണ്, ഗൾഫിൽ നിന്ന് ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഒരു ബ്രദർ നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞത്, സിസ്റ്റർ ഞാനൊരു താങ്ക്സ് പറയാൻ വേണ്ടി വിളിച്ചതാ. അപ്പൊ എന്താ ബ്രദർ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, എനിക്ക് ജോലി പെട്ടെന്ന് പോയി സിസ്റ്റർ. അപ്പോൾ കുറച്ച് ദിവസം ഞാൻ വെറുതെ യൂട്യൂബിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പല പ്രോഗ്രാംസ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇവിടുത്തെ പ്രോഗ്രാംസ് കണ്ടു, രാജീവ് സെന്ററിലെ. അപ്പം ഞാനത് കേട്ടു. ആരും പറഞ്ഞിട്ടില്ല, ഞാൻ സ്വയം കണ്ടതാണ്. അങ്ങനെ ഞാൻ സ്വയം മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങി. പക്ഷെ അതിൻ്റെ ഇടയിൽ എൻ്റെ ജോലി പോയി പെട്ടെന്ന്. സാധാരണ രീതിയിൽ ജോലി പോയി എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല ഞാൻ ചിലപ്പോൾ ജീവിച്ചിരുന്നിട്ടുണ്ടാവുമോ എന്ന്. പക്ഷേ ഇപ്പം ഞാൻ സിസ്റ്റർ വിളിച്ചതിൻ്റെ കാരണം, ഞാൻ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് ഇത്രയും വലിയൊരു സിറ്റുവേഷൻ എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ എനിക്ക് ആ സാഹചര്യത്തിൽ വളരെയധികം പോസിറ്റീവായി തിങ്ക് ചെയ്യാൻ ശക്തി കിട്ടി. അടുത്ത ജോലിക്ക് വേണ്ടി ഞാൻ സെർച്ച് ചെയ്യാൻ തുടങ്ങി. ഒരു നെഗറ്റീവ് ചിന്ത എനിക്ക് വന്നില്ല. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന എൻ്റെ ആറ്റിറ്റ്യൂഡ് കംപ്ലീറ്റ് ആയിട്ട് മാറി സിസ്റ്റർ. എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എനിക്കിതിൽ നല്ലൊരു ജോലി കിട്ടും, ഏതോ ഒരു നന്മയ്ക്ക് മംഗളത്തിന് വേണ്ടിയിട്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അതാണല്ലോ ഡെയിലി ക്ലാസ്സിൽ സ്പിരിച്വൽ സ്റ്റഡിയിൽ നമ്മൾ പഠിക്കണം. അങ്ങനെയുള്ള ചിന്തകൾ കൊണ്ട് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. എനിക്ക് നേരത്തെ കിട്ടിയതിനേക്കാളും നല്ലൊരു ജോലിയും കിട്ടി. ഈ ഗ്യാപ്പിൽ എന്നോട് നാട്ടിൽ പോയിട്ട് വന്നോളാനും പറഞ്ഞു. അതിനുള്ള ലീവും തന്നു. നേരത്തെ കിട്ടിയതിനേക്കാൾ ശമ്പളവും കൂടുതൽ കിട്ടി. എന്നിട്ടുള്ള ആ സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. അതാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡും ചേഞ്ച് ആവും, നമ്മുടെ ഉള്ളിൽ ശക്തിയും നിറയും. ഈ 2 തരത്തിലുള്ള മാറ്റം ഉണ്ടാവും. അപ്പൊ നമ്മൾ ബോഡി എങ്ങനെയാണോ എക്സർസൈസ് ചെയ്ത് ഫ്ലെക്സിബിൾ ആകും, നമുക്ക് കൈകാലിൽ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം, നമ്മുടെ പെയിനുകൾ കുറയും, അവിടെ ശരീരത്തിലുണ്ടായിരുന്ന അല്ലേ ബ്ലഡിന്റെ ബ്ലോക്കേജസ് നീങ്ങും. എല്ലാ വേദനകളും നമ്മൾ പറയില്ലേ, ശരിയായ ഫ്ലെക്സിബിലിറ്റി ബോഡിക്ക് ഇല്ലാത്തത് കൊണ്ടാ, ശരിക്ക് സർക്കുലേഷൻ ഇല്ലാത്തത് കൊണ്ടാ. അതേപോലെ ഇവിടെയും സർക്കുലേഷൻ ഇല്ലായ്മ കൊണ്ട് നമുക്ക് ബെൻഡ് ആകാൻ പറ്റാതിരിക്കുന്നുണ്ട്. മാനസികമായിട്ട് നമുക്ക് അകത്ത് മെന്റലി ഇമോഷണലിയും ഫ്ലെക്സിബിലിറ്റി ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഫാമിലി തന്നെ നോക്കൂ. നമ്മൾ
പതി പത്നി വീട്ടിൽ തന്നെ നോക്കിക്കോളൂ. അവനവന്റെ വീട്ടില് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കൂടുതൽ പേരും വർക്ക് ഫ്രം ഹോം ആണല്ലോ. ഗൾഫിലാണെങ്കിലും ഫാമിലി ആയിട്ട് ഇരിക്കുന്നവർക്കറിയാം, നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ആയിരിക്കും കൂടുതൽ പേരും വർക്ക് ചെയ്യുന്നത് അല്ലേ. അപ്പൊ നമ്മൾ ഇത്രയും പേര് ഒരുമിച്ച് വീട്ടിലിരിക്കുന്ന സമയത്ത്, പണ്ട് കൂടുതൽ സമയം കുറച്ച് പേര് പുറത്തു പോകും, കുറച്ച് പേര് വീട്ടിലുണ്ടാവുള്ളൂ, വീട്ടിലെല്ലാരും കൂടി ഒത്തുകൂടുന്ന കുറച്ച് സമയമായിരിക്കും അല്ലേ. പക്ഷെ ഇപ്പോ നമുക്ക് ഒരാള് ഇത്രയും പേര് ഒരുമിച്ച് കൂടുതൽ സമയം വീട്ടിലിരിക്കുമ്പോൾ ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. പണ്ട് നമുക്ക് ഫാമിലിയോടൊപ്പം ചെലവാക്കാൻ സമയം കിട്ടണില്ല എന്ന് വിഷമായിരുന്നു. ഇപ്പൊ നമുക്ക് ഫാമിലിയോടൊപ്പം ഇരിക്കാം, വീട്ടിലിരുന്ന് തന്നെ വർക്ക് ചെയ്യാം. ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. പക്ഷെ എന്നിട്ടും ഫാമിലിയിൽ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ശ്വാസം മുട്ട് എന്തുകൊണ്ടാണ്? ഒരാൾ ഒന്ന് പറഞ്ഞു, അടുത്ത ആൾ ഒന്ന് പറഞ്ഞു, അനാവശ്യമായിട്ടുള്ള ഇന്റർഫിയർ. ആഹാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിലും നമ്മൾ ആവശ്യമില്ലാതെ പോയിട്ട് അതിലും ഇടപെടും, വേണ്ടാത്ത കമന്റുകൾ പറയും, പെട്ടെന്ന് ദേഷ്യം വരും. ഒരാൾ ഒന്ന് പറഞ്ഞു, അടുത്ത ആൾ രണ്ട് പറഞ്ഞു, അങ്ങോട്ടും ഇങ്ങോട്ടും കലഹം അല്ലേ. അപ്പൊ ഒരാളൊന്ന് പറഞ്ഞു, ശരി, അവര് മാനസികമായിട്ട് എന്തെങ്കിലും ഇത്തിരി വീക്കായിരിക്കുമ്പോൾ ഒന്ന് പറഞ്ഞു, അതിന് പകരം ഞാൻ രണ്ട് പറയുന്നതിന് പകരം ശരി പോട്ടെ, മനസ്സുകൊണ്ട് എന്തെങ്കിലും വിഷമിച്ചിരിക്കുകയായിരിക്കും. ആ രീതിയിൽ നമുക്ക് മനസ്സുകൊണ്ട് ഒന്ന് വിടാൻ കഴിഞ്ഞാൽ, ഒന്ന് ക്ഷമിക്കാൻ കഴിഞ്ഞാൽ, ഇവിടെ അല്പം ഫ്ലെക്സിബിലിറ്റി ഉണ്ടെങ്കിൽ എന്തായി, വീട്ടിലൊരു കലഹം ഒഴിവാകും. നമ്മുടെ റിലേഷൻഷിപ്പ് അല്ല ബ്രേക്ക് ആവാതെ, ഉടയാതെ, തമ്മിൽ ഇടിയും തട്ടലും മുട്ടലും ഉണ്ടാകാതെ നമുക്ക് വീട്ടില് ഈ ലോക്ക്ഡൗൺ പീരീഡിൽ ഏറ്റവും സന്തോഷകരമായിട്ടിരിക്കാൻ കഴിയും. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ രണ്ടുപേര് തമ്മിൽ പിണങ്ങിന്നിരിക്കട്ടെ, വീട്ടിൽ രണ്ട് കുഞ്ഞുങ്ങളും കൂടി ഉണ്ടെന്നിരിക്കട്ടെ, വീടിന്റെ അറ്റ്മോസ്ഫിയർ എന്താവും? നിരപരാധിയായ കുട്ടികൾ, നമ്മൾ രണ്ടുപേര് തമ്മിൽ പിണങ്ങിയത്, പക്ഷെ വീട്ടിലുണ്ടാകുന്ന അന്തരീക്ഷം, ഹെവിനെസ് കുഞ്ഞുങ്ങളെയും ബാധിക്കും. നമ്മൾ എത്ര ദിവസം പിണങ്ങാതിരിക്കുക, അച്ഛനും അമ്മയ്ക്ക് എന്ത് പറയണമെങ്കിലും പിന്നെ നമ്മൾ കുട്ടികളെ യൂസ് ചെയ്യും. കുട്ടികൾ വഴിയായിരിക്കും കമ്മ്യൂണിക്കേഷൻ അല്ലേ. കുട്ടികൾ എത്ര ഡിസ്റ്റർബ്ഡ് ആകും, അവർക്കും പഠിപ്പിൽ കോൺസെൻട്രേഷൻ വരില്ല അല്ലേ. മാനസികമായിട്ട് എത്ര അസ്വസ്ഥത ഉണ്ടാകും, ആലോചിച്ച് നോക്കൂ. ഇനി പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാശിയ, ആദ്യം ആരും മിണ്ടും, വേണമെങ്കിൽ വരട്ടെ എൻ്റെ അടുത്തേക്ക്, എൻ്റെ ഭാര്യയല്ലേ, കുറച്ച് തലകുനിക്കട്ടെ. ഭാര്യ എന്ത് വിചാരിക്കും, ഞാനല്ലേ എപ്പോഴും തലകുനിക്കണേ, ഈ പ്രാവശ്യം ഞാൻ എന്തിനാ മിണ്ടണേ, എപ്പോഴും ഞാനല്ലേ അങ്ങോട്ട് പോയി മിണ്ടണേ. നമ്മളിങ്ങനെ സ്റ്റിഫായിട്ടിരിക്കും, ഫ്ലെക്സിബിൾ ആകാതെ. അപ്പൊ എത്ര സമയം പിണങ്ങിയിരിക്കുന്നു, വഴക്കിട്ടത് നമ്മൾ 2 മിനിറ്റ് ആയിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറഞ്ഞത് 1 മിനിറ്റോ 2 മിനിറ്റോ ആയിരിക്കും. പക്ഷെ പിണങ്ങി 1 മണിക്കൂർ, 2 മണിക്കൂർ, അല്ലെങ്കിൽ ഒരു ദിവസം, അല്ലെങ്കിൽ ചിലർ ഒരാഴ്ചയൊക്കെ പിണങ്ങിയിരിക്കും. ആ പിണങ്ങിയിരിക്കുന്ന അത്രയും സമയം എന്താ സംഭവിക്കണേ? പിണങ്ങിയിരിക്കുന്ന അത്രയും സമയം മനസ്സുകൊണ്ട് നമ്മൾ കൂടുതൽ സംസാരിക്കും. വായികൊണ്ടേ ഉള്ളൂ സംസാരിക്കാത്ത, മനസ്സുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, എന്നാലും എന്നോട് ചെയ്തില്ലേ, എന്നാലും എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ, എത്രയാ സംസാരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. അതേസമയം ഒരാൾ ഒന്ന് സോറി പറഞ്ഞ് ഒന്ന് തലകുനിച്ചു കഴിഞ്ഞാൽ, ഇത് വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും ഇതേ സിറ്റുവേഷൻസ് ഓഫീസിൽ നമ്മൾ എത്ര ഫേസ് ചെയ്യാറുണ്ട്. ഒരാൾ ഒന്ന് ബെൻഡാകാൻ റെഡിയായാൽ ഇന്നർ കപ്പാസിറ്റി ആരുടെ കൂടണേ? ഇന്നർ പവർ എവിടെ കൂടുക? എനിക്കും ശക്തി കിട്ടും, അവർക്കും ശക്തി കിട്ടും. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കണേ? ഞാൻ എന്തെങ്കിലും പറഞ്ഞു, അവർക്കതുകൊണ്ട് വിഷമായി, ഞാൻ 1 മിനിറ്റേ പറഞ്ഞുള്ളൂ, പക്ഷെ അവരെത്ര സമയം അതിനെക്കുറിച്ച് വിഷമിക്കുന്നു, അവരുടെ മനസ്സിൽ നിന്ന് എന്നെക്കുറിച്ച് എത്ര നെഗറ്റീവ് ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്നു, അത്രയും ഇവിടുത്തെ പവർ കുറഞ്ഞ് 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 താഴേക്ക് വന്നുകൊണ്ടിരിക്കും ഇല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു സമയം നമുക്ക് ഇമോഷണലി മെന്റലി സ്ട്രോങ് ആകണം. ഫ്ലെക്സിബിലിറ്റി ആവശ്യമുണ്ട്. ഇവിടെ ബാറ്ററി ലോ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബാറ്ററി ലോ ആകുന്നതിന്റെ ലക്ഷണമാണ് നമുക്ക് ചെറിയ കാര്യങ്ങൾ പോലും സഹിക്കാൻ പറ്റില്ല. എന്നാലും എന്നെ എന്തിനാ അങ്ങനെ പറഞ്ഞേ? പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് നമ്മൾ കരയുക. ചിലർ പറയില്ലേ, യോ എനിക്കൊന്നും സഹിക്കാൻ പറ്റില്ല.
അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ആന്തരികമായി വീക്കാണ്. അപ്പൊ എന്ത് ചെയ്യണം? ബാറ്ററി റീചാർജ് ചെയ്യണം. റീചാർജ് ചെയ്യാൻ റീകണക്ട് ചെയ്യണം. ആ കണക്ഷന്റെ പേരാണ് യോഗ. യോഗ മീൻസ് യൂണിയൻ വിത്ത് ദ സുപ്രീം പവർ ഹൗസ്. അങ്ങനെ പവർ നമുക്കുണ്ടെങ്കിലേ നമ്മൾ ക്ഷമിക്കാൻ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പൊ നോക്കൂ, ഈ കഴിഞ്ഞ ഒരാഴ്ച ഒരു മിനിറ്റ് നമ്മൾ സൈലൻസിലിരുന്നിട്ട് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കാം. കഴിഞ്ഞ 1 വീക്കിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കൂ. ലാസ്റ്റ് 1 വീക്കെൻഡ് എങ്ങനെയാണ് കടന്നുപോയത്? ആരോടൊപ്പമൊക്കെ നമ്മൾ നേരിട്ടും അല്ലാതെയും ഇടപഴകിയോ? ആരെങ്കിലും പറഞ്ഞതും ചെയ്തതുമായ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ പാറയിൽ വരച്ച വര പോലെ പതിഞ്ഞിട്ടുണ്ടോ? അതോ വെള്ളത്തിൽ വരച്ചതുപോലെ എല്ലാം എനിക്ക് അപ്പൊ തന്നെ ക്ലീൻ ആക്കി വിടാൻ കഴിഞ്ഞു? അതോ പേപ്പറിൽ വരച്ച വര പോലെ വര വീണു, കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് മായ്ക്കാൻ കഴിഞ്ഞു? ഒരു മാസം മുമ്പിലത്തെ എന്തെങ്കിലും സംഭവങ്ങൾ, മാസങ്ങൾക്ക് മുമ്പിലത്തെ, 6 മാസത്തിന് മുമ്പുള്ളത്, 1 വർഷത്തിന് മുമ്പുള്ളത്, വർഷങ്ങൾക്ക് മുമ്പുള്ളത്, കുട്ടിക്കാലം മുതലുള്ള എന്തെങ്കിലും സംഭവം മായാതെ മനസ്സിൽ കിടക്കുന്നുണ്ടോ? അതിടയിലിടയിൽ വന്ന് ഓർമ്മിപ്പിച്ച് വേദനയെ, അസ്വസ്ഥതയെ തരുന്നുണ്ടോ? ആലോചിച്ച് നോക്കൂ. എന്ത് തോന്നുന്നു? എത്ര കിടപ്പുണ്ട് ഇവിടെ? സാധനം സ്റ്റോക്ക് എത്രയുണ്ട്? ഈ കബോർഡ് ഒന്ന് വലിച്ചു തുറന്നു നോക്കി, എന്തൊക്കെയുണ്ട് ഇവിടെ? സാധാരണ വീട്ടിലാരെങ്കിലും ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ എല്ലായിടവും ക്ലീൻ ആക്കും. ചിലപ്പോൾ എന്ത് ചെയ്യും? എല്ലാം കൂടെ ക്ലീൻ ആക്കിയിട്ട് ചിലർ കണ്ടിട്ടില്ല, ഏതെങ്കിലും കബോർഡിനുള്ളിലേക്ക് കുത്തി തിരികെ വെക്കും. അതിൻ്റെ ഉള്ളിൽ ആരും കയറി നോക്കില്ലല്ലോ. അതേപോലെ പുറമേ നമ്മൾ എല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. എല്ലാവരുടെ മുന്നിൽ ഹലോ, ഹൗ ആർ യു ഒക്കെ പറയും. എല്ലാ കുപ്പകളും ചിലരെന്ത് ചെയ്യും? ഇവിടെ അകത്ത് കുത്തി തിരികെ വെച്ചിട്ടുണ്ടാവും. പുറമേ ചിരിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ 4 എന്നോട് ഇങ്ങനെ പറഞ്ഞ ആളല്ലേ, 4 എന്നോട് ഇങ്ങനെ ചെയ്ത ആളല്ലേ, പക്ഷെ പുറമേ ചിരിച്ച മുഖമായിരിക്കും. അകത്ത് കുപ്പയാണ്. അകത്ത് കുപ്പ ഇരിക്കുകയാണെങ്കിൽ ഈ ഡോർ ഒന്ന് തുറന്നാ മതി. ആരെങ്കിലും വന്ന് തുറന്നാ, ആരെങ്കിലുമൊക്കെ ഒന്ന് തുറക്കുകയും ചെയ്യുമല്ലോ. ഒന്നീ ഹസ്ബൻഡ് വന്നൊന്ന് തുറക്കും, അല്ലെങ്കിൽ ഓഫീസിൽ ആരെങ്കിലും വന്നൊന്ന് ടച്ച് ചെയ്യും. അപ്പൊ ഈ വാതിൽ പെട്ടെന്ന് തുറക്കും. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ അത് പെട്ടെന്ന് ട്രിഗർ ചെയ്യും. എന്തെങ്കിലും സംഭവം ഒന്ന് ഫാമിലിയിലെ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെയോ എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ ഉടനെ തട്ടും, ഈ അലമാര തുറക്കും, ഈ കുപ്പ എല്ലാം കൂടെ പുറത്തേക്ക് വരും. അപ്പൊ ആരുടെ മുന്നിലാണോ തുറക്കണേ അവരുടെ മുന്നിൽ നമ്മൾ എന്ത് ചെയ്യും? എല്ലാം വലിച്ചിടാറില്ലേ? കാരണം എന്താ? പുറമെയൊക്കെ ക്ലീൻ ആക്കിയതേ ഉള്ളൂ, എല്ലാം ഇവിടെ ഡംപ് ചെയ്ത് വെച്ചിരിക്കുക കാലാകാലങ്ങളിലേക്ക്. ചിലത് നമ്മൾ പറയില്ലേ, ഞാൻ മരിച്ചാലും മറക്കില്ലേ, 4 എന്നോട് ചെയ്തതല്ലേ, അതെങ്ങനെ മറക്കാൻ പറ്റും? അതെങ്ങനെ വേഗം മറക്കാൻ പറ്റുന്ന വല്ല കാര്യമാണോ സിസ്റ്ററെ? ഇപ്പൊ നിങ്ങൾക്കും തോന്നുന്നുണ്ടോ? അല്ലേ? എവിടെ എടുത്തു വെച്ചിരിക്കണേ? ഇവിടെ. കുപ്പകള് അല്ലെ? ക്ലീൻ ചെയ്യാതെ വെക്കുമ്പോ എന്താവും? രോഗാണുക്കൾ ഉണ്ടാവും. പ്രത്യേകിച്ച് ഇപ്പോഴും നമ്മളിവിടെ പറയുന്നുണ്ടല്ലോ, വൈറസും ബാക്ടീരിയ ഒന്നും വരാതിരിക്കാൻ എല്ലായിടവും ക്ലീൻ ചെയ്യൂ. നമ്മൾ പുറത്തെല്ലാം ക്ലീൻ ചെയ്തു വെച്ചു, പക്ഷെ ഇവിടെയും കൂടെ ക്ലീൻ ആകണം. ആ ക്ലീനിങ് പ്രോസസ്സാണ് മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ നമ്മളെ പവർഫുള്ളുമാക്കും. എത്രത്തോളം മെന്റലി ഇമോഷണലി നമ്മൾ പവർഫുൾ ആകണോ അതിനനുസരിച്ച് നമുക്ക് ഫ്ലെക്സിബിൾ ആക്കാൻ പറ്റും. നമ്മുടെ
ഇന്നർ പവർ കൂടും. അപ്പൊ ഏത് സാഹചര്യം നോക്കൂ, സാഹചര്യം നമുക്ക് ആർക്കും ഗ്യാരണ്ടി ഇല്ല. ഉണ്ടോ? അടുത്ത സെക്കൻഡ് എന്താണെന്ന് പോലും നമുക്കാർക്കും അറിയില്ല. അത് സാമ്പത്തികമായിട്ടാണെങ്കിലും ജോലിയുടെ വിഷയമാണെങ്കിലും നമ്മുടെ വ്യക്തിപരമായ വിഷയമാണെങ്കിലും. അപ്പൊ നമുക്ക് തന്നെ ഒരു അസുഖം വന്നു എന്നിരിക്കട്ടെ, ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ കോവിഡ് പോസിറ്റീവായി, അത് ആദ്യം കേൾക്കുമ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ ഒരു മനസ്സ് വേണം നമുക്ക്, സമാധാനത്തോടെ പീസ്ഫുൾ ആയിട്ട്. ശരിയാണ്, എനിക്കൊരാൾക്ക് മാത്രമല്ലല്ലോ, ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് വന്നിട്ട് കോവിഡ് വന്നിട്ടുണ്ട്. ഉടനെ ഭയക്കണ്ട. മരിച്ചവരിൽ കൂടുതലും പറയുന്നുണ്ടല്ലോ, ആരാ മരിച്ചത്? കൂടുതലും ടെൻഷൻ കൊണ്ട്, അയ്യോ എനിക്ക് കോവിഡ് ആണല്ലോ. കോവിഡായിട്ട് എത്രയോ പേര് ഹോസ്പിറ്റലിൽ സൂയിസൈഡ് ചെയ്തതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താ കാര്യം? അവർക്ക് ഫിസിക്കൽ പവർ ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ മെന്റലി വീക്കായി പോയി. നമുക്ക് സ്വയം, നമുക്ക് നമ്മളെയും നമ്മുടെ ഫാമിലിയെയും അതേപോലെ അനേക ഫാമിലിയെയും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. അത്രയധികം നമുക്ക് ഇമോഷണൽ മെച്യൂരിറ്റിയുടെ ആവശ്യം, മെന്റൽ മെച്യൂരിറ്റിയുടെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഫുഡും, മനസ്സിന് വേണ്ടുന്ന ഫുഡും അതിന് വേണ്ടുന്ന എക്സർസൈസും റെഗുലർ ആയിരിക്കണം. ഇപ്പൊ നമ്മള് ശരീരത്തിന്റെ കാര്യത്തിൽ റെഗുലർ ആയില്ലേ? റെഗുലർ ആയോ ഇല്ലയോ? ആയി. കാരണം എന്താ? പേടി പിടിച്ചിട്ടെങ്കിലും. അതേപോലെ നമുക്ക് നമ്മുടെ മനസ്സിനെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് റൈറ്റ് തിങ്കിങ്, അതിനുവേണ്ടി കുറച്ച് സ്പിരിച്വൽ സ്റ്റഡി മിനിമം. സിസ്റ്റർക്ക് നിങ്ങളോടുള്ള റിക്വസ്റ്റ്, ഇന്നത്തെ ഈ സായാഹ്ന സന്ധ്യയില് ഈ പ്രോഗ്രാമിൽ എത്തിച്ചേർന്നു അർത്ഥം നിങ്ങൾ തീർച്ചയായിട്ടും ഇൻട്രസ്റ്റ് ഉള്ളവരാണ്. ഇതൊരു ഗോഡ്ലി ഗിഫ്റ്റ്, ഗോഡ്ലി ഇൻവിറ്റേഷൻ ആയിട്ട് നിങ്ങൾ വിചാരിച്ചോളൂ. ദിവസവും രാവിലെ 1 hour ഏർലി മോർണിംഗ്, നിങ്ങളുടെ ജോലിയും കാര്യങ്ങളും ഒന്നും മുടക്കണ്ട. ഇപ്പൊ എല്ലാം ഓൺലൈനിൽ കിട്ടും. ഇപ്പൊ ഈ പ്രോഗ്രാമിന് ശേഷം ഇപ്പോൾ രാജുക സെന്ററിന് അനൗൺസ് ചെയ്യും പ്രോഗ്രാംസ്. ഓൺലൈനിൽ നിങ്ങൾക്ക്, നിങ്ങൾ വീട്ടിലാണോ ഓഫീസിലാണോ, അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാം. രാവിലെ 1 hour ഈ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കും. ഹാഫ് ആൻ അവർ പോസിറ്റീവായിട്ടുള്ള റൈറ്റ് തിങ്കിങ്ങിന് വേണ്ടുന്ന സ്റ്റഡി, അതാണ് സ്പിരിച്വൽ സ്റ്റഡി. കാരണം നമ്മൾ മനുഷ്യരാണ്, വെറും ശരീരമല്ല നമ്മള്, ഒരു മനസ്സും കൂടി ശരീരത്തിലുണ്ട്. നമ്മൾ വെറും ശരീരം മാത്രമാണെങ്കിൽ ബോഡി ബിൽഡിങ്ങിന് വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. നല്ല ഭക്ഷണവും എക്സർസൈസും പ്രാണായാമവും മാത്രം മതി. ഇപ്പൊ നോക്കൂ, ഇപ്പൊ 21st യോഗ ഡേ ആയിരുന്നു. നമ്മളെല്ലാരും യോഗ ഡേ ആഘോഷിച്ചു. പക്ഷെ നമ്മൾ മനുഷ്യരാ, അതുകൊണ്ട് മനസ്സുണ്ട്. ഈ ഡ്രൈവറാണ് ഈ വണ്ടി ഓടിക്കണേ. ഈ ഡ്രൈവർ സ്ട്രോങ് ആണെങ്കിലേ ഈ വണ്ടി നമ്മുടെ കൺട്രോളിൽ വരുള്ളൂ. ആ കൺട്രോൾഡ് ഡ്രൈവിങ്ങിന്റെ പേരാണ് ഇന്നർ സ്ട്രെങ്ത്. കൺട്രോൾഡ് ഡ്രൈവിങ്ങിൽ വണ്ടി പോവുകയാണെങ്കിൽ മാത്രമേ പീസ്ഫുൾ ആയിട്ട് ലൈഫ് പോകുള്ളൂ. കൺട്രോൾഡ് ഡ്രൈവിങ്ങിലല്ല വണ്ടിയെങ്കിൽ എന്ത് സംഭവിക്കും? അല്ലെ, വാക്കുകൾ വേണ്ടാത്തത് സ്ലിപ്പാകും, വേണ്ടാത്തത് കാണും, വേണ്ടാത്തത് കേൾക്കും, വേണ്ടാത്തത് പറയും, വേണ്ടാത്തത് ചിന്തിക്കും. അപ്പൊ ഉറക്കം വരില്ല. അല്ലെ, വേണ്ടാത്തത് പറയും, ബന്ധങ്ങൾ കേടുവരും, മോശമായത് കാണും, കേൾക്കും. ഇവിടെ ഈ ഫുഡ് അല്ലേ വെയിറ്റ് കൂട്ടും, എക്സ്ട്രാ വെയിറ്റ് വരും. വെയിറ്റ് കൂടിയാൽ എന്താവും? ഫാറ്റ് കൂടും. ഫാറ്റ് കൂടിയ രോഗിയാക്കും. അല്ലേ, രോഗിയായ നമുക്ക് ജീവിതത്തെ നമ്മൾ ദ്രോഹിക്കും പോലെ, രോഗി ദ്രോഹി അല്ലേ, സ്വയത്തെയും ഫാമിലിയെയും എല്ലാം. എത്ര കഷ്ടങ്ങളാ നമുക്കും കൂടെയുള്ളവർക്കും, എല്ലാവർക്കും വിഷമല്ലേ. അപ്പൊ അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? കൺട്രോൾഡ് ഡ്രൈവിംഗ്. അതിന് മെഡിറ്റേഷൻ നമുക്ക് ഹെൽപ്ഫുൾ ആണ്. ആ കൺട്രോൾഡ് ഡ്രൈവിംഗ് വരുമ്പോഴാണ് ലൈഫ് പീസ്ഫുൾ ആകണേ. ആന്തരിക ഇവിടെ പീസ്ഫുൾ ആക്കും. ഇതുവരെ നമ്മൾ ബന്ധങ്ങൾ കേടുവരുത്തുന്നോ, നമ്മുടെ വാക്കിലൂടെയും പെരുമാറ്റത്തിലൂടെയും നമ്മുടെ ഫാമിലിയിൽ പോലും നമുക്ക് സമാധാനം ഉണ്ടാവില്ല. ഇവിടെയും സമാധാനം ഉണ്ടാവില്ല, വീട്ടിലും ഉണ്ടാവില്ല, നമ്മൾ ജോലി സ്ഥലത്ത് പോയാൽ അവിടെ ഉണ്ടാവില്ല. കാരണം ഇവിടെ എത്രത്തോളം ഇളക്കം ഉണ്ടോ, ആ ഇളക്കങ്ങളിൽ നമ്മൾ എവിടെ പോയാലും നമ്മളെ ബാധിക്കും. അതിന്
നമ്മൾ ഡൈവോഴ്സ് ചെയ്തിട്ട് വേറെ കല്യാണം കഴിച്ചതുകൊണ്ടോ, ഈ വീട് മാറി വേറൊരു വീട്ടിൽ പോയതുകൊണ്ടോ, ഈ ജോലി സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലം മാറിയതുകൊണ്ട് കാര്യമില്ല. മാറ്റം എവിടെയാണ് കൊണ്ടുവരേണ്ടത്? ഇവിടെ. അതുകൊണ്ട് ഇന്നത്തെ ഈ സായാഹ്ന വേളയിൽ നമ്മുടെ ഈ ഗെറ്റ് ടുഗദർ സർവശക്തിവാൻ നമുക്ക് ഓഫർ ചെയ്തതാണെന്ന് വിചാരിച്ചോളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും, ഗൾഫിലാണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും സർവശക്തിവാൻ കൂടെയുണ്ട് എന്ന സ്മൃതിയിലിരിക്കാം. നമുക്ക് 2 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യാം. ബാക്കി മെഡിറ്റേഷൻ ചെയ്യാൻ പഠിക്കാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഇനി പ്രോഗ്രാമിൽ കേൾക്കാം. നിങ്ങൾ ആ കോഴ്സിൽ ജോയിൻ ചെയ്യൂ. എവിടെയാണോ ഇരിക്കണം നിവർന്നിരിക്കും. അറ്റൻഷനോടെ ഇരിക്കും. ശ്രദ്ധ. പതുക്കെ പതുക്കെ കാൽപാദത്തിൽ നിന്ന് പിൻവലിച്ച് കൈകാലുകളിൽ നിന്ന് ഉദരഭാഗങ്ങളിൽ നിന്നും നെഞ്ചിലേക്ക് മുഖത്തേക്ക് കൊണ്ടുവരും. മൂന്ന് തവണ ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കും. പ്രപഞ്ചത്തിലെ എല്ലാ നന്മകളെയും ആ ശ്വാസത്തിനോടൊപ്പം ഉള്ളിലേക്ക് എടുക്കാം. പതുക്കെ പതുക്കെ ശ്വാസം പുറത്തേക്ക് കളയും. ഉള്ളിലെ എല്ലാ സ്ട്രെസ്സും ടെൻഷനും ബാഡ് ഫീലിങ്ങും കളയും. പൂർണ്ണമായും ശ്രദ്ധ മനസ്സിലേക്ക് കൊണ്ടുവരും. എൻ്റെ ജീവിതം പീസ്ഫുള്ളായി, പവർഫുള്ളായി, സമാധാനത്തോടെ ജീവിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ശാരീരികമായി ഫിറ്റായിരിക്കാൻ ചെയ്യുന്ന അത്രയും ശ്രദ്ധ തീർച്ചയായും മനസ്സിന് നൽകണം. ശരീരം ഒരു വാഹനം മാത്രമാണ്. മനസ്സാണ് ഡ്രൈവർ. ഈ ഡ്രൈവർക്ക് വേണ്ടുന്ന ശക്തി സുപ്രീം പവർ ഹൗസിൽ നിന്നാണ് ലഭിക്കുക. ആ സർവശക്തിവാൻ പവർ ഹൗസിലേക്ക് കണക്റ്റ് ആവും. ആ യൂണിവേഴ്സൽ ലൈറ്റിൽ നിന്ന് സർവശക്തികളുടെ കറണ്ട് സൂര്യനിൽ നിന്ന് വെളിച്ചം പോലെ ആ ഡിവൈൻ പവർ ഹൗസിൽ നിന്നുള്ള ഊർജം
മനസ്സിൽ നിറയുകയാണ്, ശരീരത്തിലേക്കും. സർവശക്തികളും ശിരസിലേക്ക് ഷവർ ചെയ്യപ്പെടുകയാണ്. ആ ഡിവൈൻ എനർജി മനസ്സിന് ശക്തി നൽകുന്നതിനോടൊപ്പം ശരീരത്തിന് ചുറ്റും ഒരു കവചം പോലെ സംരക്ഷണ കവചമായി. ഈ സംരക്ഷണ കവചത്തിനുള്ളിൽ ഫിസിക്കലി, മെന്റലി, ഇമോഷണലി ഞാൻ ഹെൽത്തിയാണ്. ഈ കവചം ഫാമിലിയിൽ എല്ലാവർക്കും ലഭിക്കുകയാണ്. സുപ്രീം പവർ ഹൗസിൽ നിന്നുള്ള പവർ നിറഞ്ഞ പ്രൊട്ടക്റ്റീവായ കവചം. എല്ലാവരും ഈ കവചത്തിനുള്ളിൽ സുരക്ഷിതരാണ്. എൻ്റെ അയൽക്കാരും പ്രദേശം മുഴുവൻ, നാട് മുഴുവൻ, വിശ്വമെമ്പാടും സർവരും ഈ കവചത്തിനുള്ളിൽ സുരക്ഷിതരായിരിക്കട്ടെ. സമാധാനത്തോടെ ജീവിക്കട്ടെ. ആയുസ്സും ആരോഗ്യവും സുഖവും ശാന്തിയും സന്തോഷവും സമൃദ്ധിയുമുള്ള ഒരു നല്ല ജീവിതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ഓം ശാന്തി. മെഡിറ്റേഷൻ സെഷൻ വളരെയധികം പവർഫുൾ ആയിരുന്നു. സിസ്റ്ററുടെ സന്മുഖത്തിരുന്ന് മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു ഫീല് നമുക്ക് ദൂരെ ഇരുന്ന് നമുക്ക് കിട്ടി. സിസ്റ്ററുടെ 2-3 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നമുക്കത് സിസ്റ്ററോട് ചോദിക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഇടും. നമുക്ക് സിസ്റ്ററോട് അതിനെക്കുറിച്ച് ചോദിക്കാം. യൂട്യൂബിലുള്ളവർ യൂട്യൂബിൽ ടൈപ്പ് ചെയ്യും. ഒരു ക്വസ്റ്റ്യൻ ഇതാണ് സിസ്റ്ററെ, ശാന്തി ഇന്ന് ലോകത്ത് ഇത്രയും ദുർബലമായത് എന്തുകൊണ്ടാണ്? എല്ലാ ശക്തികളും നമ്മുടെ ഉള്ളിൽ തന്നെ ആണെങ്കിൽ അത് പരിതസ്ഥിതികളുടെ സമയത്ത് ആ ശക്തികൾ പുറത്തേക്ക് വരാത്ത വീക്കായി പോകുന്നതിന് കാരണം എന്താണ്? നമ്മളിലാണ് ശക്തികളെല്ലാം ഉണ്ടെങ്കിൽ അത് ആ പരിതസ്ഥിതി വരുമ്പോൾ നമ്മൾ വീക്കായി പോകാനുള്ള കാരണം എന്താണ്? അപ്പൊ അവിടെ എങ്ങനെയാണ് നമ്മൾ ആ ശക്തി ഉപയോഗിക്കുക എന്നാണ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായത്. അതിന് സിസ്റ്റർക്ക് ക്വസ്റ്റ്യൻ കേട്ടപ്പോൾ ഉടനെ ഓർമ്മ വരുന്നത് കസ്തൂരിമാന്റെ കഥയാണ്. കസ്തൂരിമാന്റെ നാഭിയിൽ നിന്നാണ് കസ്തൂരിയുടെ സുഗന്ധം വരുന്നത്. പക്ഷേ മാനിന് ഒരിക്കലും അറിയില്ല അത് എൻ്റെ നാഭിയിൽ നിന്നാണ് വരണതെന്ന്. കാരണം അത് മൃഗമാണ്, അതിന് തിരിച്ചറിയാൻ ശക്തിയില്ല. അതുകൊണ്ട് പുറത്ത് തേടിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെയാണ് നമ്മൾ
നമ്മൾ വിചാരിക്കണത് എന്താണ്? എനിക്ക് ശാന്തി കിട്ടാൻ ഉള്ള മാർഗം, അല്ലെങ്കിൽ എൻ്റെ ശാന്തി ഇല്ലാണ്ടാക്കുന്നത് ഹസ്ബൻഡ് വിചാരിക്കും വൈഫാണെന്ന്, വൈഫ് വിചാരിക്കും ഹസ്ബൻഡ് ആണെന്ന്, അല്ലെങ്കിൽ ഓഫീസിലുള്ളവരാണെന്ന്, അല്ലെങ്കിൽ കൊറോണ വന്നതുകൊണ്ടാണ് എൻ്റെ ശാന്തി പോയതെന്ന് നമ്മൾ വിചാരിക്കും. അതെല്ലാം പുറത്തുനിന്ന് വരുന്ന സാഹചര്യങ്ങൾ മാത്രമാണ്. സാഹചര്യങ്ങൾ പുറത്തുനിന്ന് വരുമ്പോൾ ഞാൻ ആ സാഹചര്യങ്ങളെ എങ്ങനെ അതിനെ കാണണം, എങ്ങനെ കൈകാര്യം ചെയ്യണം. അപ്പം അതിന് ഏറ്റവും എളുപ്പമുള്ള മാർഗം, നമ്മൾ ഒരു വീട്ടിൽ തന്നെ നോക്കൂ, 4 ആള് ഒരു വീട്ടിലുണ്ടെങ്കിൽ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ 4 പേരും അതിനെ കാണുന്നത് 4 തരത്തിലല്ലേ? ഒരേപോലെയാണോ? അല്ല. അപ്പോൾ ശാന്തി നമുക്ക് പുറത്തുള്ള സാധനമല്ല, നമ്മുടെ ഉള്ളിലുണ്ട്. അത് സ്വയം തിരിച്ചറിയാൻ കഴിയണം. എന്നിട്ട് തിരിച്ചറിയാനും അനുഭവം ചെയ്യാനും അതിനെ കാര്യങ്ങളിൽ ഉപയോഗിക്കാനും കഴിയണം. അത് വ്യക്തിപരമായ അഭ്യാസത്തിലൂടെ നടക്കുള്ളൂ. ശാന്തമായി ഇരിക്കുക, ഇത് ഒരു സ്വാഭാവിക പ്രക്രിയയായി മാറണമെങ്കിൽ, അല്ലെങ്കിൽ ശാന്തിയിലുള്ള ശക്തിയെ ഉപയോഗിക്കണമെങ്കിൽ, കാര്യങ്ങൾ വരുമ്പോൾ അതിന് നിരന്തര അഭ്യാസം ആവശ്യമുണ്ട്. അറ്റൻഷനും വേണം, അഭ്യാസവും വേണം. കാരണം അത് നമ്മുടെ കഴുത്തിലെ മാലയാണ്, നമ്മുടെ ഉള്ളിലുള്ള കസ്തൂരിയാണ്. അകത്തേക്ക് യാത്ര ചെയ്തല്ലേ കിട്ടൂ. അത് നമ്മൾ പുറത്തന്വേഷിക്കുക, അകത്തുള്ള സാധനം പുറത്ത് തേടിക്കൊണ്ട് നടന്ന കിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് ഉപയോഗിക്കാൻ പറ്റാത്തത്. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ ഇത് വന്നതാണ്. ഇപ്പൊ ശക്തി എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ നേരത്തെ വിചാരിച്ചിരുന്നത് ആരെങ്കിലുമൊക്കെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ശക്തി എന്ന് വിചാരിക്കുന്നത്. ഇപ്പോ സിസ്റ്ററുടെ കാര്യത്തിൽ നിന്ന് പറഞ്ഞതെന്ന് മനസ്സിലായി, ശക്തി എന്ന് പറഞ്ഞത് സ്വയത്തിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്, മറ്റുള്ള കാര്യങ്ങളിൽ നിന്ന് സ്വയത്തിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അത് എങ്ങനെയാണ് ഒരു പരിസ്ഥിതി വരുമ്പോൾ നമ്മൾ ആ പരിസ്ഥിതിനെ നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? നമുക്ക് എങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മുടെ മുമ്പിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ ഒന്ന് ഹാൻഡിൽ ചെയ്യാന്ന് കുറച്ചുകൂടി ഒന്ന് വിശദമാക്കാൻ പറ്റും? ഏതെങ്കിലും ഒരു പരിസ്ഥിതിയുടെ എക്സാമ്പിൾ. നോക്കൂ, ഇപ്പോ നമ്മള് ഒരു ബസ്സിൽ യാത്ര ചെയ്യാന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഒരാള് നമ്മുടെ കാലിൽ ചവിട്ടി. അവര് മനഃപൂർവ്വം ചെയ്തതായിരിക്കില്ല. അപ്പൊ നമുക്ക് വേദനിച്ചു. പക്ഷെ എന്നാലും ആ ആള് വന്നിട്ട് നമ്മളോട് സോറി പറയണ സമയത്ത്, സോറി കേട്ടോ, ഞാൻ അറിയാതെ ചവിട്ടിയതാണ്. വേദനിച്ച സമയത്ത് ചിലപ്പോൾ നമുക്ക് ദേഷ്യം വന്നിട്ടുണ്ടാവും. പക്ഷെ ആ ആള് വന്നിട്ട് നമ്മളോട് സോറി പറയുമ്പോൾ, എന്നോട് ക്ഷമിക്കൂ, അറിയാതെ പറ്റിപ്പോയി, നമ്മൾ ആ ആളോട് ക്ഷമിക്കുമ്പോൾ നമ്മൾ ആ വേദന മറക്കും, അയാളോടുള്ള ദേഷ്യം പോവും. അതേസമയം അയാൾ നമ്മളോട് സോറി പറഞ്ഞില്ലായിരുന്നെങ്കിൽ, നമ്മൾ അയാളോട് ക്ഷമിച്ചില്ലായിരുന്നെങ്കിൽ, നമ്മുടെ ഉള്ളിൽ ഇറിറ്റേഷനും ദേഷ്യവും വേദനയും കൂടും അല്ലേ? നമ്മൾ അവരെ വഴക്ക് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അവരിങ്ങോട്ട് ക്ഷമിച്ചപ്പോ, സോറി പറഞ്ഞപ്പോ നമ്മൾ അവരോട് ക്ഷമിച്ചു. ക്ഷമയുടെ ശക്തി നമ്മൾ അവിടെ ഉപയോഗിച്ചു. അതുകൊണ്ട് എന്തായി? നമുക്ക് ആ പെയിൻ ഫീൽ ചെയ്യുന്നില്ല. ഇതേപോലെ ജീവിതത്തില് പല സിറ്റുവേഷൻ, ചെറുതും വലുതുമായ വേദനകൾ തരുന്നത് നമുക്ക് എല്ലാവരുടെയും മുന്നിൽ വരും. ആ സിറ്റുവേഷൻസ് നമ്മുടെ എല്ലാവരുടെയും മുന്നിൽ വരുമ്പോൾ, അതാണ് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നോക്കൂ, അപ്പൊ ചിലർക്ക് ജോലി പോകുന്ന ഒരു സിറ്റുവേഷനിൽ പോലും നമുക്ക് ഒരിക്കലെങ്കിലും, നമ്മൾ 20 വർഷം ഇപ്പൊ തന്നെ ഗൾഫിൽ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ജോലി ചെയ്യാൻ അവിടെ പോകുമ്പോഴേ നിങ്ങൾക്കറിയാം നമ്മൾ ഗൾഫിൽ വന്നിരിക്കുക, ഇത് സ്ഥിരമല്ല. ഇവിടെ 1 വർഷം കിട്ടിയാലും വലിയ കാര്യം, 2 വർഷം കിട്ടിയാലും വലിയ കാര്യം. 20 വർഷം ജോലി ചെയ്തോ, താങ്ക്സ്. നമുക്ക് അവരോട് 20 വർഷം വർക്ക് ചെയ്ത ഒരു കമ്പനിയിൽ നിന്ന് ഇപ്പം നമുക്ക് ഏതെങ്കിലും ഒരു കാരണവശാൽ നമുക്ക് ജോലി നഷ്ടപ്പെട്ടത് കൊണ്ട് നമുക്ക് അവരോട് ദേഷ്യം തോന്നരുത്. കണ്ടില്ലേ, ജോലി പോയി, അവര് നമ്മളെ പുറത്താക്കി, അല്ലെ പിരിച്ചുവിട്ടു, 20 വർഷം തന്നില്ലേ, താങ്ക്സ് പറയാൻ കഴിയണം നമുക്ക്. 20 വർഷം അവിടെ ജോലി ചെയ്തിട്ട് ആ പൈസ വാങ്ങിയിട്ടാണ് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു. നമ്മുടെ കുടുംബം ജീവിച്ചു, നമ്മൾ ജീവിച്ചു. ആ പൈസ കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ, ചിലപ്പോൾ വീട് വെച്ചിട്ടുണ്ടാവും, സ്ഥലം വാങ്ങിയിട്ടുണ്ടാവും, മക്കളുടെ കല്യാണം നടത്തിയിട്ടുണ്ടാവും, എന്തെല്ലാം കാര്യങ്ങൾക്ക് ഉപയോഗപ്പെട്ടു. ഇപ്പൊ ജോലി പോയി എന്ന് കേൾക്കുന്നത് ഉടനെ നമുക്ക് ദേഷ്യം,
അതേസമയം താങ്ക്സ് ഗിവിങ് ആണെങ്കിൽ നമുക്ക് നമ്മുടെ ഉള്ളില് ആ ഒരു ശക്തി, ആന്തരികമായ ശക്തി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല വാക്കുകൾ വരും. അപ്പൊ നമ്മൾ അവരെ ബ്ലസ് ചെയ്യും. ഇത്രയും കാലം നമുക്ക് തന്നതിന് ആ ബ്ലസ് ചെയ്യാൻ നമുക്ക് കഴിയണം. ഇപ്രകാരം നമ്മൾ നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലസ് ചെയ്തുകൊണ്ടിരുന്നാൽ തന്നെ ശക്തിയാണ്. ഹസ്ബൻഡ് ആണെങ്കിലും വൈഫ്, ഇപ്പം നോക്കൂ, നിങ്ങൾ ഗൾഫിലുള്ളവര് കൂടുതൽ പേരും പുരുഷന്മാരായിരിക്കും ഗൾഫില്, നിങ്ങളുടെ ഫാമിലിയൊക്കെ നാട്ടിലായിരിക്കും അല്ലേ. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിലിരിക്കുന്നവർക്ക് തോന്നണം ലേഡീസിന് അന്യ നാട്ടിൽ പോയി കിടന്ന് കഷ്ടപ്പെടാണ്. എന്തെങ്കിലും ഫോണിൽ കൂടെ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കശപിശ ഉണ്ടായാൽ ക്ഷമിക്കാൻ കഴിയണം. തിരിച്ച് നിങ്ങൾ ഗൾഫിലിരിക്കുക, വീട്ടില് നാട്ടിൽ അവരാണ് എല്ലാം മാനേജ് ചെയ്യുന്ന, മക്കളെയും അവരുടെ പഠിപ്പും കുട്ടികളുടെ പ്രശ്നം. നിങ്ങൾക്ക് അവരെന്തെങ്കിലും വിഷമം കൊണ്ട് ഇങ്ങോട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നണം, പാവം നാട്ടിലെ കുഞ്ഞുങ്ങളെയും വെച്ച് ഞാൻ അവിടെ ഇല്ലല്ലോ, എന്നിട്ട് എല്ലാം ചെയ്യുന്നുണ്ടല്ലോ. ക്ഷമിക്കാൻ കഴിയണം അങ്ങോട്ടും ഇങ്ങോട്ടും. അവിടെയാണ് നമ്മുടെ ഇന്നർ പവർ നമ്മൾ കാണിക്കേണ്ടത്. അല്ലാതെ ഫോണിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയുന്നതോ വായടപ്പിക്കുന്നതോ അതിന്റെ പേരല്ല പവർ. അതിലെന്താ സംഭവിക്കണേ? നമ്മുടെ എനർജിയും കുറയും, അവരുടെ എനർജിയും കുറയും. നമ്മൾ വഴക്ക് പറഞ്ഞു, ദേഷ്യം വന്നു, സങ്കടപ്പെട്ടു, ദിവസങ്ങളോളം സങ്കടപ്പെടുന്നു, അവരുടെ അടുത്ത് നിന്നുള്ള നെഗറ്റീവ് എനർജി ഇങ്ങോട്ട് വരും, നമ്മുടെ എനർജി കുറയും, നമ്മളും ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. നിങ്ങൾ ഡിസ്റ്റർബ്ഡ് ആണോ വഴക്ക് പറഞ്ഞതിന് ശേഷം? ആലോചിക്കൂ. പവർഫുൾ ആയിട്ടിരിക്കുന്നുണ്ടോ വഴക്കിട്ടതിന് ശേഷം? പീസ്ഫുൾ ആണോ വഴക്കിട്ടതിന് ശേഷം? അതിൽ നിന്ന് അറിയാം നമ്മുടെ ഇന്നർ സ്ട്രെങ്ത് കുറഞ്ഞു കുറഞ്ഞു വരുന്നത്. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ വന്നാണ്, കാര്യങ്ങളൊക്കെ സത്യമൊക്കെ അറിയാം ഇങ്ങനെയൊക്കെ ആണെന്ന്, പക്ഷെ ഒരുപാട് സ്നേഹിച്ചവരിൽ നിന്നും പല തിക്താനുഭവങ്ങളും ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് നമ്മളെ ഉള്ളിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഞാൻ ഇവരെയൊക്കെയാണോ സ്നേഹിച്ചു പോയത്? അപ്പൊ അങ്ങനെയൊക്കെ ഒരു ഫീലിംഗ് ഉണ്ടാവാതിരിക്കാൻ നമുക്ക് എങ്ങനെയാണ്, നമ്മൾ എന്ത് ടിപ്പാണ് നമ്മളത് ഉപയോഗിക്കാൻ? കാരണം കൂടുതൽ സ്നേഹിക്കുമ്പോഴാണ് കൂടുതൽ ദുഃഖം വരുന്നതെന്ന് പറയുന്നത്. ഒരുപാട് സ്നേഹിച്ചവരുന്ന ഒരുപാട് ദുഃഖങ്ങളും കിട്ടാൻ തുടങ്ങുന്നു. അപ്പൊ ചിന്തിക്കുകയാണ്, ഇവരെയൊക്കെ സ്നേഹിക്കാൻ പോകേണ്ട നല്ല കാര്യം ഉണ്ടായിരുന്നു, സ്നേഹം ശരിയല്ല എന്നൊരു ചോദ്യം. നമ്മൾ എത്ര നാള് സ്നേഹമായിട്ടിരുന്നു, അവർക്കും സന്തോഷം ഉണ്ടായിരുന്നു, നമുക്ക് സന്തോഷം ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് അവരുടെ അടുത്തുനിന്ന് ഒരു തിക്ത അനുഭവം കിട്ടി. അതുകൊണ്ട് അവര് ഒരു പക്ഷേ ഏത് കാരണവശാലും അത് അവരുടെ തന്നെ ഒരു കുറവാണ് വിചാരിച്ചോളൂ, ഏതെങ്കിലും കാരണം കൊണ്ട് നമ്മളെ വേദനിപ്പിച്ചു. ആ വേദനിപ്പിച്ച സമയത്ത് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഈ സമയത്തും റൈറ്റ് തിങ്കിങ് കൊണ്ടുണ്ടാകുന്ന ഗുണം എന്താണ്? പോട്ടെ, സാരമില്ല, ഉള്ളുകൊണ്ട് നമ്മൾ അവരോട് ക്ഷമിച്ചാൽ. കാരണം നമ്മൾ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളെയും ഏകകാലത്തിൽ മാത്രം കാണാൻ പറ്റില്ല. അവര് നമുക്ക് തരുന്ന ദുഃഖം അല്ലെങ്കിൽ വേദന, ഞാൻ ഒന്നും അങ്ങോട്ട് ചെയ്തില്ലല്ലോ, ഇത്രയും ഉപകാരം ചെയ്തു. ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഏത് കാര്യങ്ങൾക്കും പിന്നിൽ ചില കോസസ് ഉണ്ട്, കാരണങ്ങളുണ്ട്. അതെല്ലാം പ്രസന്റിലേക്ക് തന്നെ ആകണമെന്നില്ല. കാരണം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അനേക എപ്പിസോഡുള്ള ഒരു മെഗാ സീരിയലാ. ഇപ്പൊ നമ്മൾ ഈ പ്രസന്റ് എപ്പിസോഡ് മാത്രം കണ്ടിട്ടാണ് പറയണ, കണ്ടില്ലേ എന്നോട് ചെയ്തത്, എന്നെ വേദനിപ്പിച്ചില്ലേ. അവര് വേദനിപ്പിച്ചു, അത് വിഷമിപ്പിക്കാനും ചില കാരണങ്ങൾ ഉണ്ടാവും. നമ്മളിപ്പൊ കണ്ണിൽ എന്തേ കാണുള്ളൂ? അവര് തന്നതേ കാണുള്ളൂ. പക്ഷെ നമ്മുടെ അടുത്തു നിന്നും ചില വിത്തുകൾ പോയിട്ടുണ്ടാവും. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ആസ് യു നിങ്ങൾ എന്താണോ വിതയ്ക്കുന്നത്, ആസ് യു സോ യു റീപ്പ്. നിങ്ങൾ വിതയ്ക്കുന്നതാ കൊയ്യണേ. വിതകളെല്ലാം നമ്മൾ ഇന്നിട്ടിട്ട് നാളെ തന്നെ ഫലം കിട്ടില്ല. ചിലത് പാസ്റ്റിലെ വിതകളായിരിക്കാം. അതാണ് ഇപ്പം നമുക്ക് മരം വളർന്ന് ചിലത് പൂക്കൾ തരുന്നു, ചിലത് കായ്ഫലം തരുന്നു, ചിലത് വേദന തരുന്നു, ചിലത് സുഖം തരുന്നു. അതുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കുമുള്ള കാരണം നമ്മൾ ഇപ്പോഴത്തെ ജീവിതത്തിൽ ഇപ്പോഴത്തെ പെരുമാറ്റത്തിൽ മാത്രം നോക്കിക്കൊണ്ട് മനസ്സിലാക്കാൻ നമുക്ക് പറ്റില്ല. അതിനാണ് സ്പിരിച്വൽ സ്റ്റഡി ആവശ്യം. അപ്പൊ നമ്മൾ ഈ സമയത്തും റൈറ്റ് തിങ്കിങ് ചെയ്ത ഈ വേദന തരുന്ന ആൾക്കും നമ്മളിപ്പോ അവരെ പ്രതിയും ശുഭം നമ്മൾ ചിന്തിച്ചാൽ, നമ്മൾ അവരെ പ്രതിയും നല്ല വിചാരം കൊണ്ട് എന്താ ഗുണം? നമ്മുടെ മനസ്സ് ഡിസ്റ്റർബ് ആവില്ല. നമ്മുടെ അടുത്തുനിന്ന്
പോസിറ്റീവ് എനർജി അവരുടെ അടുത്തേക്ക് പോകും. അവരിങ്ങോട്ട് കറുത്ത ബോളിലാണ് നമ്മുടെ മേലെ എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്, പക്ഷെ അപ്പോഴും നമ്മൾ അങ്ങോട്ട് വെളുത്ത ബോള് എറിഞ്ഞുകൊണ്ടിരിക്കുക. ഒരു ദിവസം വരും, ആ നമ്മൾ വെളുത്ത റൈറ്റ് തിങ്കിങ്, ശുഭമായ വാക്ക്, നല്ല പെരുമാറ്റത്തിലൂടെ അവരുടെ മനസ്സിലെ ആ കറുപ്പും കാഠിന്യവും നമ്മൾ തമ്മിലുണ്ടായ ഏതെങ്കിലും ഒരു പഴയ കടവും ഉണ്ടാവും, അതിന്റെ സെറ്റിൽമെന്റ് വരും. അതിന് പക്ഷെ കുറച്ച് ക്ഷമ ആവശ്യമുണ്ട്, കുറച്ച് സ്പിരിച്വൽ തിങ്കിങ് നമുക്ക് വേണം. അപ്പോഴേ നമുക്ക് ക്ഷമിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് സ്പിരിച്വൽ സ്റ്റഡി ചെയ്യാൻ പറഞ്ഞ സിസ്റ്റർ. ഡെയിലി ½ സ്റ്റഡി ചെയ്യും. വേറൊരു ക്വസ്റ്റ്യൻ വന്നിരുന്നു, പക്ഷെ അതിന്റെ ആൻസർ സിസ്റ്റർ ഇപ്പൊ തന്നെ പറഞ്ഞു. കാരണം എന്താണ്, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം കുറച്ച് റിയലൈസേഷൻ വരുന്നു, ഇതെല്ലാം തെറ്റാണ് എന്നുള്ള കാര്യം. അപ്പൊ സിസ്റ്ററുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞ് കുറച്ച് സ്പിരിച്വൽ സ്റ്റഡിയും നമുക്ക് ഇന്നർ പവറും ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ തിരിച്ചത് മാനേജ് ചെയ്യാമെന്ന് നമുക്കത് മനസ്സിലാവുന്നുണ്ട്. വേറെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഈ കോർപ്പറേറ്റ് വേൾഡിലെ ഒരുപാട് ജോലി സ്ഥലങ്ങളിൽ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന സമയത്ത് നമ്മുടെ കോസ്റ്റ് എല്ലാം കട്ട് ചെയ്യുന്നു, നമുക്ക് പലതരത്തിലുള്ള പ്രഷേഴ്സ് വരുന്നു. ഒരാളുടെ ജോലി 4 ആളുടെ ജോലി ഒരാൾക്ക് ചെയ്യേണ്ടി വരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഈ സമയത്ത് നമുക്ക് എങ്ങനെയാണ് ഈ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് എങ്ങനെ സാധിക്കും? ഈ പ്രഷറിൽ ഇരുന്ന് എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് ഒരു ടിപ്പ് തരാൻ പറ്റുമോ ചോദിക്കും. നോക്കൂ, നമ്മുടെ വീടുകളിൽ പോലും നമുക്ക് ആദ്യം നമ്മൾ മനസ്സിലാക്കണ്ടേ, അതിനെ കമ്പനിയായിട്ട് കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് 4 ആളുടെ ജോലി എനിക്ക് ഒരാൾക്ക് ചെയ്യേണ്ടി വരുന്നുണ്ടല്ലോ എന്ന് തോന്നും. അതേസമയം നമ്മുടെ വീടുകളിൽ തന്നെ നോക്കൂ, ചില സമയത്ത് ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു കല്യാണമോ അല്ലെങ്കിൽ ഒരു മരണമോ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഓരോരുത്തരും 10 ആളുടെ ജോലി ചെയ്തിരുന്നില്ലേ അവശ്യ സന്ദർഭങ്ങളിൽ? അതേപോലെ ഇതൊരു എമർജൻസി പീരീഡിലൂടെ നമ്മളെല്ലാവരും കടന്നു പോവാണ്. ഇപ്പൊ സിസ്റ്റർ ഇവിടുത്തെ നമ്മുടെ ലൈഫ് തന്നെ പറയാം. പണ്ട് ഇവിടെ ഇപ്പൊ ഈ ലോക്ക്ഡൗൺ ആയപ്പോ നമ്മുടെയും രാജയോഗ സെന്റേഴ്സ് ക്ലോസ്ഡ് ആണ്. പുറത്തുനിന്ന് ആരും വന്നു പോണില്ല, എല്ലാം ഓൺലൈൻ സേവനങ്ങളാണ്. പണ്ട് 50 പേര് ചെയ്തിരുന്ന സർവീസസ്, 50 പേരുടെ കൂട്ടായ്മയിൽ നടന്നിരുന്ന ഡെയിലി കാര്യങ്ങൾ ചെയ്യാൻ ഇപ്പൊ ഇവിടെ ഞങ്ങൾ 7 പേരേ ഉള്ളൂ. ഈ 7 പേരാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് സന്തോഷമാണ്. എന്താ സന്തോഷം? ഇത്രയും സർവീസസ് ചെയ്യാൻ കഴിയുന്നല്ലോ. ആ സന്തോഷത്തോടു കൂടി ചെയ്യുമ്പോൾ ഒരാള് 10 ആളുടെ ജോലി ചെയ്താലും നമുക്ക് ഫീൽ ചെയ്യില്ല, അയ്യോ എനിക്ക് 4 ആളുടെ ജോലി ചെയ്യേണ്ടി വരുന്നു. ആ ഫീലിംഗ് ആണ് നമ്മുടെ മനസ്സിന് ഭാരം തരുന്നത്, ജോലിയല്ല യഥാർത്ഥത്തിൽ ഭാരം തരുന്നത്. നമുക്ക് നമ്മുടെ കമ്പനിയെ പ്രതി ഇത്ര 20 വർഷം ഞങ്ങൾക്ക് ജോലി ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയാണ്, ഇപ്പൊ എനിക്ക് 4 ആളുടെ ജോലി ചെയ്യേണ്ടി വരുന്നു അർത്ഥം ഞാൻ ഈ കമ്പനിക്ക് സപ്പോർട്ട് കൊടുക്കണം. കാരണം ഈ കമ്പനിയുടെ സപ്പോർട്ടിലാണ് ഞാനും എൻ്റെ ഫാമിലിയും ഇത്രയും കാലങ്ങൾ കൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ എമർജൻസി പീരീഡിൽ ഇതെന്റെ ധർമ്മമാണ്, കമ്പനിയായിട്ട് കാണണ്ട, ഇതെന്റെ വീടാണ്. ആ ഓണറാകട്ടെ കമ്പനി ആകട്ടെ അത് നമ്മൾ ഫാമിലി ആയിട്ട് കണ്ടാൽ, പ്രത്യേകിച്ചും നിങ്ങൾക്കിപ്പോൾ അറിയുന്നുണ്ടാവും കുറെ വർഷങ്ങളായിട്ട് ഓഫീസുകളിൽ പോലും ഫാമിലി ഗെറ്റ് ടുഗദർ എന്നാ പറയാ. എന്നേ മാറി തുടങ്ങി കൺസെപ്റ്റുകൾ. ഓഫീസ് എന്നുള്ള കൺസെപ്റ്റിന് പകരം ഫാമിലി ഗെറ്റ് ടുഗദേഴ്സ് നടത്താറുണ്ട്. എന്താ കാരണം? ഓരോ കമ്പനിക്ക് അവരുടെ ഫാമിലി എന്നാ പറയാ. ആ ഫാമിലി അറ്റ്മോസ്ഫിയർ നമ്മുടെ മനസ്സിലാണ് ആറ്റിറ്റ്യൂഡ് വരേണ്ടത്. അപ്പൊ നമ്മൾ നമ്മുടെ വീട്ടിലേക്കാകുമ്പോൾ എന്താവും? സന്തോഷത്തോടെ ചെയ്യും. സന്തോഷത്തോടെ ചെയ്യുമ്പോൾ എത്ര വലിയ സിറ്റുവേഷന് നമുക്ക് ആ ഹെവിനെസ് ഫീൽ ചെയ്യില്ല. ഇപ്പൊ നമ്മൾ പ്രാക്ടിക്കലി അത് ഇവിടെയും ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. സന്തോഷമാണ്, നമുക്ക് സന്തോഷത്തോടെ ചെയ്തു നോക്കൂ, ഹെവിനെസ് ഒരിക്കലും ഫീൽ ചെയ്യില്ല. താങ്ക്ഫുൾ ആയിട്ട് ചെയ്യും. ഇപ്പോഴും ജോലി കിട്ടണ്ടല്ലോ, ഇപ്പോഴും ജോലി ഉണ്ടല്ലോ, അത് ഏറ്റവും വലിയ കാര്യമല്ലേ. ആ പോസിറ്റീവായിട്ട് ചിന്തിക്കാനല്ലേ. എത്ര പേരുടെ ജോലി പോണു, അപ്പൊ അവരുടെ അവസ്ഥയോ? സിസ്റ്റർ, വേറൊരു കാര്യം, ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പം ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് നമുക്ക് ജീവിതത്തിൽ ഉന്നതി കൊണ്ടുപോകാന്നുള്ള ഒരു ഹോപ്പ് നമുക്ക് കേൾക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഉള്ളിൽ ചിന്ത വരെയാണ് ഈ കാര്യങ്ങൾ നല്ല തോട്ട്സുകൾ നമ്മുടെ കുട്ടികളിലും നമുക്ക് എങ്ങനെ അവരെ ഈ കാര്യങ്ങളൊക്കെ അഡപ്റ്റ് ചെയ്യാൻ പറ്റും, അവരെ കൊണ്ട് ഈ ശീലങ്ങളൊക്കെ ഉണ്ടാക്കിയെടുപ്പിക്കാൻ പറ്റും? മെഡിറ്റേഷൻ ചെയ്യുക.
തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്ക് പറ്റും. നേരത്തെ സിസ്റ്റർ ക്ലാസ്സിൽ ഒരു ഉദാഹരണം പറഞ്ഞില്ലേ, ഒരു ഫാമിലിയില് ആ 2 കുട്ടികൾ, അച്ഛനും അമ്മയും. അച്ഛനിപ്പം മരിച്ചു. ആ അമ്മ എങ്ങനെയുണ്ട് കുഞ്ഞുങ്ങളെന്ന് സിസ്റ്റർ ചോദിച്ചപ്പോൾ പറഞ്ഞെന്ന് പറഞ്ഞില്ലേ, 8ാം ക്ലാസ്സിലെ 9ാം ക്ലാസ്സിലെ കുട്ടികള് അമ്മയെ ആശ്വസിപ്പിക്കണു. ആ ലെവലിലേക്ക് കുട്ടികൾ ഉയർന്നു. എങ്ങനെയാ? അവരുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെ ചേഞ്ച് ആയി? നമ്മുടെ രാജയോഗ സെന്റേഴ്സിൽ കുട്ടികൾക്കുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ട്, ക്ലാസ്സസ് ഉണ്ട്, വാല്യൂ എഡ്യൂക്കേഷൻ ക്ലാസ്സസ് ഉണ്ട്. അപ്പൊ അവർക്കും ഈ മെഡിറ്റേഷനും ക്ലാസ്സുകളിലേക്കും ഇപ്പോൾ ഇവിടെ ക്ലാസ്സിൽ അനൗൺസ് ചെയ്യുന്നുണ്ടാവും ജ്യോതിക ബെഞ്ചി പ്രോഗ്രാംസ്. തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ജോയിൻ ചെയ്യിപ്പിക്കൂ. കാരണം നമുക്ക് എല്ലാവർക്കും കുറച്ച് ഏജ്ഡ് ആയതിനു ശേഷമാണ് ഈ മാർഗത്തിലേക്ക് വരാൻ കഴിഞ്ഞ്. കുട്ടികൾക്ക് കുട്ടിക്കാലം മുതലേ അവർക്ക് കിട്ടാൻ തുടങ്ങുകയാണെങ്കിൽ അവരുടെ മൈൻഡ് സെറ്റ് ഇപ്പം മുതലേ വളരെ നല്ല രീതിയിൽ ഡെവലപ്പ് ആകും. താങ്ക് യു സിസ്റ്റർ. ഇന്നത്തെ ഈ സായം സന്ധ്യയിൽ നമുക്ക് ഇത്രയും സ്പിരിച്വൽ ആയിട്ടുള്ള നമുക്ക് വെളിച്ചം തന്നതിന് രാജയോഗ സെന്ററിന്റെ ഭാഗത്തു നിന്നും എല്ലാ സെന്റേഴ്സിന്റെ, മിഡിൽ ഈസ്റ്റിലെ എല്ലാ സെന്റേഴ്സിന്റെ ഭാഗത്തു നിന്നും താങ്ക് യു. ഇന്നത്തെ മെയിൻ ആയിട്ടും സിസ്റ്റർ നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് ഇതായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നു, കൺട്രോൾഡ് ഡ്രൈവിംഗ് ആണ് ഇന്നർ സ്ട്രെങ്ത് എന്നുള്ളത്. നമ്മൾ ഏത് സാഹചര്യത്തിലും നമ്മളെ കൺട്രോൾ ചെയ്ത് ജീവിക്കാൻ പഠിക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്നർ സ്ട്രെങ്ത് വർദ്ധിക്കും എന്നുള്ള കാര്യം സിസ്റ്റർ അത് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞു. പിന്നെ 2-3 കാര്യങ്ങളിൽ നമ്മുടെ ഇന്നർ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുന്നതിന് റൈറ്റ് തിങ്കിങ്, ഇതൊരു നല്ല പോയിന്റാണ്. റൈറ്റ് തിങ്കിങ് സിസ്റ്റർ പറഞ്ഞു. അതേപോലെ റൈറ്റ് ഫുഡ്, നമ്മുടെ ശരീരത്തിന് ഭക്ഷണം കഴിക്കുന്ന പോലെ ഫുഡ്, റൈറ്റ് ഫുഡ്. പിന്നെ സാധനങ്ങളുടെ മുകളിൽ നമുക്ക് കൺട്രോൾ വേണം. ഇത് വേറൊരു പോയിന്റ് ആയിട്ട് തോന്നി. പിന്നെ മനസ്സിന് എക്സസൈസ് ചെയ്യാനുള്ള മെഡിറ്റേഷൻ നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കണം എന്നുള്ളതിൽ സിസ്റ്റർ അതിനെ ഹൈലൈറ്റ് ചെയ്തു. പിന്നെ വേറൊരു പോയിന്റ് പറഞ്ഞത്, മനസ്സിനെ ഫ്ലെക്സിബിൾ ആക്കി നിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് ഈ സമയത്ത്. പിന്നെ വേറൊരു ഇഷ്ടമായിട്ട് ഒരു പോയിന്റ് എനിക്ക് തോന്നിയത്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു, സ്വയം തല കുനിക്കാൻ കഴിയണം. മറ്റുള്ളവരുടെ മുമ്പിൽ സ്വയം തല കുനിക്കാൻ കഴിയുമ്പോൾ നമ്മുടെ ഇന്നർ സ്ട്രെങ്ത് ആണ് വർദ്ധിക്കുന്നത്. നമ്മൾ നേരത്തെ വിചാരിച്ചിരുന്നത് തല കുനിക്കുക അർത്ഥം സ്ട്രെങ്ത് ഇല്ലായ്മയാണെന്ന്. പക്ഷെ ഇന്നത്തെ ടോക്കിൽ ഇതെനിക്ക് മനസ്സിലാകുന്നു, തല കുനിക്കുക എന്നത് മറ്റുള്ളവർ, നമുക്ക് ഇന്നർ സ്ട്രെങ്ത് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് തല കുനിക്കുന്നത്. അപ്പം നമ്മൾ തല കുനിക്കാൻ പഠിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇന്നർ സ്ട്രെങ്ത്തും വർദ്ധിക്കും. പിന്നെ ഈ കാര്യങ്ങളാണ്. പിന്നെ മെന്റൽ മെച്യൂരിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അതിന് രാജയോഗ മെഡിറ്റേഷൻ, ഈ ജ്ഞാനം നമുക്ക് സഹായകമാകും. ഈ കാര്യങ്ങളാണ് സിസ്റ്റർ നമുക്ക് പറഞ്ഞത്. പിന്നെ വലിയൊരു കാര്യം പറഞ്ഞത്, നമ്മളെല്ലാം ഒരു ട്രെയിൻ യാത്രയിലാണ്. ലൈഫ് എന്ന് പറയുന്ന ഒരു ട്രെയിൻ യാത്രയാണ്. ഈ കാര്യങ്ങളാണ് സിസ്റ്റർ നമ്മുടെ മുമ്പിൽ വെച്ചത്. വളരെ സന്തോഷകരമായ ഒരു ഈവനിങ് ആയിരുന്നു. നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം കേട്ടവര് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ഫാമിലിയിലൊക്കെ ഈ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സിസ്റ്റർ.